മൈമെന്റർ PSC ആപ്പിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്ന സ്കീമുകളാണ് അല്ലെങ്കിൽ പദ്ധതികൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമ്മൾ GK ആയിട്ട് കണക്കാക്കിയാലും കറണ്ട് അഫയേഴ്സ് ആയിട്ട് എടുത്താലും വളരെ പ്രധാനമായിട്ട് ചോദ്യങ്ങൾ വരുന്നൊരു ടോപ്പിക്കാണ് പദ്ധതികൾ എന്ന് പറയുന്നത്. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ക്ഷേമ പദ്ധതികൾ, സംസ്ഥാന തലത്തിലെ ക്ഷേമ പദ്ധതികൾ. LDC തിരുവനന്തപുരം ചോദ്യപേപ്പറിൽ 5 ചോദ്യങ്ങൾ വന്ന മേഖലയാണ് പദ്ധതികൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സാധാരണയായിട്ട് പദ്ധതികൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് ആരോഗ്യക്ഷേമ പദ്ധതികളാണ് പഠിച്ചു വയ്ക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, സംസ്ഥാന തലത്തിൽ സർക്കാരിൻ്റെ പല വകുപ്പുകളിലായിട്ട് ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏകദേശം 127 പദ്ധതികൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കേട്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ, പദ്ധതികളും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ആശയമോ കംപ്ലീറ്റ് ആയിട്ട് കാണാതെ പഠിക്കേണ്ട. പദ്ധതിയുടെ പേര് പഠിക്കുക, ഏത് വകുപ്പാണ് അത് ആവിഷ്കരിച്ചതെന്ന് പഠിക്കുക, പിന്നെ പ്രധാനപ്പെട്ട കീവേഡുകൾ, ആ കീവേഡുകൾ വെച്ച് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ക്ഷേമ പദ്ധതികളാണ് ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അല്ല, അത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ക്ലാസ്സിൻ്റെ PDF ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ വരുന്ന പദ്ധതികളാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വകുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ പദ്ധതികളെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന PSC പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള 4 പദ്ധതികൾ തന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വകുപ്പും കൂടെ ഓർത്ത് വെച്ചേക്കുക. പദ്ധതികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ വകുപ്പും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പദ്ധതിയിലേക്ക് പോകാം. ആദ്യത്തെ പദ്ധതി സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രോഗ്രാമാണ്. സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രോഗ്രാമാണ് ആദ്യത്തെ പദ്ധതി. എന്താണ് ഈ പദ്ധതി പറയുന്നതെന്ന് നോക്കാം. ICDS സ്കീമിന് കീഴിൽ കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സപ്ലിമെൻ്ററി പോഷകാഹാരം നൽകുന്നു. എന്താണ് പറയുന്നത്? ICDS സ്കീമിന് കീഴിൽ. ICDS എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് സ്കീമാണ്. ICDS സ്കീം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു സ്കീമാണ്. അപ്പോൾ ആ സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന തലത്തിൽ നടത്തുന്ന പ്രോഗ്രാമാണ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് 6 മാസം മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും സപ്ലിമെൻ്ററി പോഷകാഹാരം നൽകുന്ന സ്കീമാണ് സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ പ്രോഗ്രാം. ഓക്കെ, ഓർത്തു വെച്ചേക്കാം. അടുത്തത് ആശ്വാസനിധി. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു സ്കീമായിരുന്നു ആശ്വാസനിധി. എന്താണെന്ന് നോക്കാം. ലൈംഗിക കുറ്റകൃത്യങ്ങൾ, ഗാർഹിക പീഡനങ്ങൾ, ആസിഡ് ആക്രമണങ്ങൾ, ഹീനമായ ലിംഗഭേദം എന്നിവയ്ക്ക് ഇരയായവർക്കുള്ള ധനസഹായ പദ്ധതിയാണ് ആശ്വാസനിധി എന്ന് പറയുന്നത്. 2018-19 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയാണ് ആശ്വാസനിധി. ധനസഹായ പദ്ധതിയാണ് കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. മംഗല്യ പദ്ധതി. മംഗല്യ എന്ന പദ്ധതി. അപ്പോൾ മംഗല്യ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ, കല്യാണം അല്ലേ, മംഗല്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. വിധവകൾ, വിവാഹമോചിതർ എന്നിവർക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ വിധവകളായ അല്ലെങ്കിൽ വിവാഹമോചിതരായ സ്ത്രീകൾക്ക് പുനർവിവാഹത്തിന്, വീണ്ടും വിവാഹം കഴിക്കാനായിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ പദ്ധതി എന്ന് പറയുന്നത്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ വരുന്ന മംഗല്യ പദ്ധതി അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ധനസഹായമായിട്ട് 25,000 രൂപ നൽകും. യോഗ്യരായ വിധവകൾക്കും വിവാഹമോചിതരായ സ്ത്രീകൾക്കും 25,000 രൂപ ധനസഹായം നൽകുന്നു. 25,000 രൂപയാണ് ധനസഹായമായിട്ട് നൽകുന്നത് പുനർവിവാഹത്തിന് കേട്ടോ. അപ്പോൾ ആ കീവേഡ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മംഗല്യ പദ്ധതി എന്ന് പറഞ്ഞാൽ പുനർവിവാഹത്തിനാണ് ധനസഹായം നൽകുന്നത്. പുനർവിവാഹം. ഓക്കെ, അടുത്തത് അഭയകിരണം എന്ന പദ്ധതിയാണ്. അഭയകിരണം നമുക്ക് നോക്കാം. നിർധനരും ഭവനരഹിതരുമായ വിധവകൾക്ക് സംരക്ഷണവും പാർപ്പിടവും നൽകുന്ന അടുത്ത ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി. ഓക്കെ, അതായത് നിർധനരും, പൈസ ഇല്ലാത്തവരും, അതുപോലെ ഭവനരഹിതരുമായ വീടില്ലാത്തവരുമായിട്ടുള്ള വിധവകളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പാർപ്പിടം നൽകുകയും അവരെ പരിചരിക്കുകയും ചെയ്യുന്ന അടുത്ത ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ഈ വിധവകൾ എന്ന് പറയുമ്പോൾ അവർക്ക് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളായ, നിർധനരായ, ഭവനമില്ലാത്ത, വീടില്ലാത്ത സ്ത്രീകളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അവരെ പരിപാലിക്കുന്ന അടുത്ത ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. അപ്പോൾ കണക്ട് ചെയ്യേണ്ടത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകൾ ബന്ധുക്കൾക്ക് 1000 രൂപ നൽകുന്നു. അവരെ നോക്കുന്ന ബന്ധുക്കൾക്ക് 1000 രൂപ പ്രതിമാസം നൽകുന്നു. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് സഹായഹസ്തം.
അടുത്തത് സഹായഹസ്തം എന്താണെന്ന് നോക്കാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായുള്ള ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതി. ഓക്കെ, 55 വയസ്സിന് താഴെ പ്രായമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യാനായിട്ട്, സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനായിട്ട് ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം എന്ന് പറയുന്നത് കേട്ടോ. സഹായഹസ്തം എന്ന പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത്? 55 വയസ്സിന് താഴെയുള്ള നിർധനരായ വിധവകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യാനായിട്ട് ധനസഹായം നൽകുന്ന, ഒറ്റത്തവണ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സഹായഹസ്തം. ഓക്കെ, അപ്പോൾ ഇത് 55 വയസ്സിന് താഴെയുള്ളവരാണ് കേട്ടോ. 55 വയസ്സിന് താഴെയുള്ളവരാണ്. അടുത്തത് സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്താണെന്ന് നോക്കാം. അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകളെയും കുട്ടികളെയും സഹായിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ താമസിപ്പിക്കുവാനും ആരംഭിച്ച പദ്ധതി. ഓക്കെ, അപ്പോൾ ഇവിടെ സഖി വൺ സ്റ്റോപ്പ് സെന്റർ അല്ലേ, ഒരു സെന്റർ, ഒരു കേന്ദ്രം, ഒരു സെന്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനമാണ്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? അടിയന്തര ഘട്ടങ്ങളിൽ സ്ത്രീകളെയും കുട്ടികളെയും താമസിപ്പിക്കാനും വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് കേട്ടോ. എന്തിനൊക്കെ വേണ്ടിയാണ്? അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകളെയും കുട്ടികളെയും അവരെ സഹായിക്കാനും അടിയന്തര ഘട്ടങ്ങളിൽ അവരെ താമസിപ്പിക്കാനും ആരംഭിച്ച പദ്ധതിയാണ് അല്ലെങ്കിൽ സെന്ററുകളാണ് സഖി വൺ സ്റ്റോപ്പ് സെന്റർ എന്ന് പറയുന്നത് കേട്ടോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ആരംഭിച്ചതാണ്. അടുത്തത് പടവുകൾ എന്ന പദ്ധതിയാണ്. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ വരുന്ന മറ്റൊരു പദ്ധതിയാണ് പടവുകൾ എന്ന പദ്ധതി. നമുക്ക് നോക്കാം. വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. വിധവകളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന്, ഹയർ എഡ്യൂക്കേഷന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പടവുകൾ എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ പടവുകൾ എന്ന പദ്ധതി എന്ത് ചെയ്യുന്നു? ഉന്നത വിദ്യാഭ്യാസത്തിന് ധനസഹായം നൽകുന്നു. ആർക്കാണ് നൽകുന്നത്? വിധവകളുടെ, നിർധനരായ വിധവകളുടെ മക്കൾക്കാണ് നൽകുന്നത്. അപ്പോൾ ഈ പദ്ധതികളൊക്കെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇതിനൊക്കെ ഓരോ പദ്ധതികൾക്കും എലിജിബിലിറ്റി ഉണ്ട്. അതിന് അപേക്ഷിക്കാനും അതിന് യോഗ്യരായവരെ കണ്ടെത്താനൊക്കെ പല മാനദണ്ഡങ്ങളുണ്ട്. ഈ വകുപ്പുകളുടെയൊക്കെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പദ്ധതികൾ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് യോഗ്യത, എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളത് വിശദമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം വകുപ്പ് ഏതാണ്, ഈ പദ്ധതി നടപ്പാക്കുന്ന വകുപ്പ് ഏതാണ്, എന്താണ് പദ്ധതിയുടെ പേര്, പിന്നെ എന്താണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. മറ്റു കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അടുത്തത് കനൽ കർമ്മ പദ്ധതി. അപ്പോൾ ഈ പദ്ധതി എന്ന് പറയുന്നത് ശരിക്കും ഒരു ബോധവൽക്കരണ പരിപാടിയാണ് കേട്ടോ. ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. നമുക്ക് നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ, ലിംഗവിവേചനം തുടങ്ങിയവ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ്. ഒരു ബോധവൽക്കരണ പരിപാടിയാണ് കനൽ കർമ്മ പദ്ധതി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് യുവാക്കളെ ബോധവൽക്കരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. യുവാക്കളെ ബോധവൽക്കരിക്കാനായിട്ട്. കാരണം നമുക്കറിയാം, ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ചെറുപ്പക്കാരാണെങ്കിൽ പോലും ഈ സ്ത്രീധനത്തിൻ്റെയൊക്കെ പേരിലൊക്കെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് വാർത്തയൊക്കെ വരുന്നതാണ് അല്ലേ. അപ്പോൾ അവരിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഒരു ബോധവൽക്കരണം നടത്താനായിട്ട് ആവിഷ്കരിച്ച, വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് കനൽ കർമ്മ പദ്ധതി. അപ്പോൾ ഇതോടുകൂടി നമ്മൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വകുപ്പിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ് സാമൂഹിക നീതി വകുപ്പ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് നിരാമയാണ്. പ്രീവിയസ് ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നിരാമയ ഈയിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. നിരാമയ പദ്ധതി പറയുന്നത് 1999 നാഷണൽ ട്രസ്റ്റ് ആക്ട് പ്രകാരം സംസ്ഥാനത്തെ അംഗപരിമിതർക്കായുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അപ്പോൾ കീവേഡ് ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ആരോഗ്യ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നിരാമയ എന്ന പദ്ധതിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ആർക്കാണ് ഈ ഇൻഷുറൻസ് നൽകുന്നത്? സംസ്ഥാനത്തെ അംഗപരിമിതർക്കാണ് നൽകുന്നത്. ഓക്കെ, 1 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും ഈ പദ്ധതിയിലൂടെ. ഓക്കെ, അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നിരാമയ എന്ന പദ്ധതി നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്, ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇത് ലഭിക്കുന്നത് സംസ്ഥാനത്തെ അംഗപരിമിതർക്കാണ് കേട്ടോ, വികലാംഗർക്കാണ്. അടുത്തത് പരിണയം എന്ന പദ്ധതിയാണ്. അടുത്തത് നമുക്ക് നോക്കാം. ശാരീരിക വൈകല്യമുള്ള പെൺകുട്ടികൾക്കും ശാരീരിക വൈകല്യമുള്ള മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹ സഹായം നൽകുന്ന പദ്ധതിയാണ് കേട്ടോ. വിവാഹ സഹായം നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ വിവാഹത്തിന് സഹായം നൽകുന്ന മറ്റൊരു പദ്ധതി കൂടെ നമ്മൾ പഠിക്കുകയാണ് പരിണയം എന്ന പദ്ധതി.
ശാരീരിക വൈകല്യമുള്ള പെൺകുട്ടികൾക്കും ശാരീരിക വൈകല്യമുള്ള മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ശാരീരിക വൈകല്യമുള്ള അച്ഛനമ്മമാരുള്ള പെൺമക്കൾക്കും വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിണയം എന്ന പദ്ധതി. ഓക്കെ, പരിണയം എന്ന പദ്ധതി ഒറ്റ തവണയായിട്ട് 30,000 രൂപ നൽകുന്നു. വിവാഹത്തിന് ഒറ്റ തവണയായിട്ട് 30,000 രൂപ നൽകുന്നു. ഓക്കെ, അടുത്ത പദ്ധതി വയോമിത്രമാണ്. വയോമിത്രമാണ് അടുത്ത പദ്ധതി. നമുക്കറിയാം ഈ വയോ എന്ന വാക്കിൽ ആരംഭിക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്കറിയാം വയോജനങ്ങൾക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളാണ് അല്ലേ. വയോജനങ്ങൾ എന്ന് പറയുമ്പോൾ 60-നും 65 വയസ്സിന് മുകളിലുള്ള പൗരന്മാർക്കായിട്ട് നടപ്പിലാക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വയോമിത്രം എന്ന പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ് വയോമിത്രം. നമുക്ക് നോക്കാം. കേരളത്തിലെ കോർപ്പറേഷൻ മുനിസിപ്പൽ ഏരിയകളിൽ താമസിക്കുന്ന 65 വയസ്സിന് മുകളിലുള്ള 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണവും പിന്തുണയും നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത്. അപ്പോൾ വയോമിത്രം എന്ന പദ്ധതി നിങ്ങൾ പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കീവേഡുകൾ ഇതൊക്കെയാണ്. ഒന്ന്, കോർപ്പറേഷൻ മുനിസിപ്പൽ ഏരിയകൾ 65 വയസ്സിന് മുകളിലാണ്. ഇനി ഇത് നടപ്പിലാക്കുന്നത് സാമൂഹിക സുരക്ഷാ മിഷനാണ്. ഓക്കെ, സാമൂഹ്യ നീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം എന്ന പദ്ധതി. ഓക്കെ, അടുത്തത് വയോ അമൃതം എന്ന പദ്ധതി. നമുക്ക് നോക്കാം. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ വകുപ്പിന്റെ പിന്തുണയോടെ സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അന്തേവാസികളുടെ ചികിത്സയ്ക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ഈ വയോ അമൃതം എന്ന പദ്ധതി നമുക്ക് ഒന്ന് നോക്കി വയ്ക്കാം. എന്താണത് പറയുന്നത്? സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിൽ അന്തേവാസികളായിട്ടുള്ള വയോജനങ്ങളുണ്ടല്ലോ, അപ്പോൾ അവരുടെ ചികിത്സയ്ക്കായിട്ട്, ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അവരുടെ ചികിത്സയ്ക്കായിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ആരുടെ പിന്തുണയോടുകൂടി? ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ വകുപ്പിന്റെ പിന്തുണയോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ വയോ അമൃതം എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ, വയോ അമൃതം എന്ന് പറയുന്ന പദ്ധതി പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കീവേഡ് എന്ന് പറഞ്ഞാൽ വൃദ്ധസദനങ്ങൾ. സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിലെ അന്തേവാസികളായ ചികിത്സ ആവശ്യമുള്ള വയോജനങ്ങൾക്ക് ചികിത്സ നൽകാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ്. ഓക്കെ, അടുത്തത് മന്ദഹാസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലേ ചിരി ആണല്ലേ, പുഞ്ചിരിയാണ്. അപ്പോൾ മന്ദഹാസം എന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്തെ BPL വിഭാഗത്തിൽ വരുന്ന മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ പല്ല് സെറ്റ് നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ സംരംഭമാണ് മന്ദഹാസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രായമാവുന്നതോറും നമ്മുടെ പല്ലൊക്കെ കൊഴിഞ്ഞു തുടങ്ങും അല്ലേ. അപ്പോൾ പല്ലില്ലാത്ത BPL വിഭാഗത്തിൽ വരുന്ന നിർധനരായ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ദന്ത സെറ്റ് അല്ലെങ്കിൽ പല്ല് വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അടുത്തത് സായംപ്രഭ ഹോം എന്ന് പറയുന്ന പദ്ധതിയാണ്. നമുക്ക് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് 60 വയസ്സിന് മുകളിൽ പ്രായമായവർക്കായി ഡേ കെയർ സെന്ററുകൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് സായംപ്രഭ ഹോം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കീവേഡുകൾ ഓർത്തു വെച്ചേക്കുക. സായംപ്രഭ ഹോം എന്ന് പറഞ്ഞാൽ ഡേ കെയർ സെന്ററുകൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് കേട്ടോ. ഡേ കെയർ സെന്റർ, നമുക്കറിയാം ഡേ കെയർ എന്താണെന്ന് അറിയാം. കുട്ടികൾക്കായിട്ടുള്ള ഡേ കെയറുകളുണ്ടല്ലേ, അവരെ പകൽ സമയം നോക്കാനും പരിചരിക്കാനൊക്കെ ആയിട്ട് നടത്തുന്ന ഡേ കെയറുകളുണ്ട്. അപ്പോൾ ഇവിടെ ഡേ കെയറുകൾ ആർക്ക് വേണ്ടിയാണ്? കുട്ടികൾക്കല്ല, 60 വയസ്സിന് മുകളിൽ പ്രായമായ വയോജനങ്ങൾക്കായുള്ള ഡേ കെയർ സെന്ററുകളാണ്. അപ്പോൾ ആ സെന്ററുകൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് സായംപ്രഭ ഹോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. ഈ വൃദ്ധസദനം പോലെയല്ല. വൃദ്ധസദനം നമുക്കറിയാം, അവർ അവിടെ താമസിക്കുകയാണ്, രാവും പകലും എല്ലാം അവിടെ തന്നെ താമസിക്കുകയാണ്. പക്ഷേ ഡേ കെയർ സെന്റർ എന്ന് പറഞ്ഞാൽ പകൽ സമയം അവർക്ക് വന്നിരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ഇടപെടുകാനും അവരെ പരിചരിക്കാനും ശുശ്രൂഷിക്കാനൊക്കെ വേണ്ടി നടത്തുന്ന ഡേ കെയർ സെന്ററുകൾ. അപ്പോൾ ആ സെന്ററുകൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് സായംപ്രഭ ഹോം എന്ന പദ്ധതി. അടുത്തത് വിദ്യാകിരണം എന്ന പദ്ധതി. അപ്പോൾ ഈ വിദ്യ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ. വിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതികളായിരിക്കും വിദ്യയിൽ തുടങ്ങുന്ന പദ്ധതികൾ. നമുക്ക് നോക്കാം. വികലാംഗരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. ലളിതമായിട്ട് പഠിച്ചു വെച്ചേക്കുക. വിദ്യാകിരണം എന്ന പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത്? വികലാംഗരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാകിരണം. അടുത്തത് വിദ്യാജ്യോതി എന്ന പദ്ധതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അംഗവൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോമിനും പഠനോപകരണങ്ങൾക്കുമായി സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി കേട്ടോ. അപ്പോൾ അംഗവൈകല്യമുള്ള
അംഗപരിമിതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് യൂണിഫോം വാങ്ങാനും മറ്റ് പഠനോപകരണങ്ങൾ വാങ്ങാനും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാജ്യോതി എന്ന പദ്ധതി. അടുത്തത് സ്വാശ്രയ എന്ന പദ്ധതി. സ്വാശ്രയ എന്ന സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ വരുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. ശാരീരികമായോ മാനസികമായോ വൈകല്യങ്ങളുള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ. ശാരീരികമായോ മാനസികമായോ വൈകല്യങ്ങളുള്ള കുട്ടികളുടെ അമ്മമാർക്കാണ് കേട്ടോ. ശാരീരികമായോ മാനസികമായോ വൈകല്യങ്ങളുള്ള കുട്ടികളുടെ അമ്മമാർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സ്വാശ്രയ എന്ന പദ്ധതി. അടുത്തത് പരിരക്ഷ എന്ന പദ്ധതിയാണ്. പരിരക്ഷ എന്ന പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. പരിരക്ഷ എന്ന പദ്ധതി ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റ് മാനസികമായിട്ടോ എന്തെങ്കിലും പ്രതിസന്ധിയിലുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ ഇത് ഭിന്നശേഷിക്കാർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് പരിരക്ഷ. ഭിന്നശേഷിക്കാർക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പരിരക്ഷ എന്ന പദ്ധതി. അടുത്തത് വയോമധുരം എന്ന പദ്ധതി. വയോമധുരം എന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ ഗ്ലൂക്കോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ബ്ലഡിലെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ടല്ലേ, വീട്ടിൽ വെച്ച് തന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് കേട്ടോ. വയോമധുരം അല്ലേ, മധുരവുമായിട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. മധുരം എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ, ബ്ലഡിലെ ഷുഗർ. അപ്പോൾ ഷുഗർ ഉണ്ടോ ഇല്ലേ എന്ന് അറിയാനായിട്ട് ഗ്ലൂക്കോമീറ്റർ ഉപയോഗിക്കാം. അത് സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ്. 60 അല്ലെങ്കിൽ 60 വയസ്സോ അതിന് മുകളിലുള്ള പൗരന്മാർക്കാണ് ഈ വയോമധുരം എന്ന പദ്ധതിയിലൂടെ സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ ലഭിക്കുന്നത്. അടുത്തത് സമന്വയ എന്ന പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. ഭിന്നലിംഗക്കാരായ വ്യക്തികൾക്ക് വിദ്യാഭ്യാസം തുടരുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സമന്വയ. ഇപ്പോൾ ഭിന്നലിംഗക്കാർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പദ്ധതിയാണ് സമന്വയ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം തുടരുന്നതിനായി, ഇടയ്ക്കൊക്കെ വെച്ച് വിദ്യാഭ്യാസമൊക്കെ മുടങ്ങി പോയിട്ടുണ്ടെങ്കിൽ അത് തുടരുന്നതിനായിട്ട് സഹായം നൽകുന്ന പദ്ധതിയാണ് സമന്വയ എന്ന പദ്ധതി. സമന്വയ എന്ന പദ്ധതി. അടുത്തത് സഹചാരി എന്ന പദ്ധതിയാണ്. സഹചാരി നമുക്ക് നോക്കാം. സഹചാരി എന്ന പദ്ധതി ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും സഹായം വാഗ്ദാനം ചെയ്യുന്ന സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന NCC, NSS, SPC യൂണിറ്റുകൾക്ക് പ്രോത്സാഹനം നൽകാനായി ആരംഭിച്ച പദ്ധതിയാണ് സഹചാരി എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ ഈ പദ്ധതി ആർക്കാണ് പ്രോത്സാഹനം നൽകുന്നത്? NCC, NSS, SPC യൂണിറ്റുകൾക്കാണ് പ്രോത്സാഹനം നൽകുന്നത്. അപ്പോൾ സഹചാരി എന്ന പദ്ധതി നിങ്ങൾ കേൾക്കുമ്പോൾ കീവേഡുകൾ ഇതൊക്കെയാണ്. NCC, NSS, SPC പോലുള്ള സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ, യൂണിറ്റുകൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സഹചാരി എന്ന പദ്ധതി. ഓക്കെ, അപ്പോൾ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങളിലും എന്താണ് സഹായം വേണം അല്ലേ, മറ്റുള്ളവരുടെ സഹായം വേണം. അപ്പോൾ അങ്ങനെ സഹായം വാഗ്ദാനം ചെയ്യുന്ന സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന NCC, NSS, SPC യൂണിറ്റുകൾക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ് സഹചാരി എന്ന പദ്ധതി. അടുത്തത് വിജയാമൃതം എന്ന പദ്ധതിയാണ്. വിജയാമൃതം എന്ന പദ്ധതി നമുക്ക് നോക്കാം. ബിരുദം അല്ലെങ്കിൽ തത്തുല്യ കോഴ്സുകൾ, ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ PGക്ക് തത്തുല്യമായ പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയിൽ ഉയർന്ന മാർക്ക് നേടിയ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ഒറ്റത്തവണ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം കേട്ടോ. അപ്പോൾ വിജയാമൃതം, വിജയത്തിൻ്റെ മധുരമല്ലേ, വിജയിച്ചു കഴിഞ്ഞാൽ ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ്. ആർക്കാണ് നൽകുന്നത്? ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് അല്ലേ. അപ്പോൾ അവർ ഇപ്പോൾ ഡിഗ്രിയിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകളിലോ നല്ല മാർക്ക് വാങ്ങി നല്ല രീതിയിൽ പാസ്സായ വിദ്യാർത്ഥികൾക്ക്, ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് വിജയാമൃതം എന്ന പദ്ധതി. ഓക്കെ, അടുത്തത് നേർവഴി എന്ന പദ്ധതിയാണ്. നേർവഴി എന്ന പദ്ധതി. നേർവഴി എന്ന പദ്ധതി. അപ്പോൾ നേർവഴി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് നേരായ വഴി അല്ലേ. അപ്പോൾ തെറ്റ് ചെയ്യുന്നവരെയാണ് നേർവഴിയിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ അവർക്കായിട്ടുള്ള പദ്ധതി തന്നെയാണിത്. നമുക്ക് നോക്കാം. തിരുത്തലിനുള്ള പ്രൊബേഷണർമാരുടെ അനുയോജ്യത നിർണ്ണയിക്കാൻ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടുകൾ ഏറ്റെടുക്കുക, ആവശ്യമുള്ളപ്പോൾ ആവശ്യമായ മനഃശാസ്ത്രപരമായ ചികിത്സ നൽകുക, സമൂഹത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഫലപ്രദമായ മേൽനോട്ടം ഉറപ്പാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നേർവഴി എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഇത് പ്രൊബേഷണർമാർക്കായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് കേട്ടോ. പ്രൊബേഷണർമാർ
ഈ പ്രൊബേഷണർമാർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കാം. ഈ പ്രൊബേഷണർമാർ എന്ന് പറഞ്ഞാൽ ഈ കുറ്റം ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ ഇവർ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇവരെ കുറ്റവാളികളായിട്ട് മുദ്ര കുത്തി ജയിലിലടച്ച് അവരുടെ ഭാവി നശിപ്പിക്കുന്നതിന് പകരം, പ്രത്യേകിച്ച് ഈ പ്രായമൊക്കെ പരിഗണിച്ച് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ ചെയ്യുന്ന കുറ്റം ക്ഷമിക്കാൻ പറ്റുന്ന ചെറിയ കുറ്റങ്ങളൊക്കെ ആണെങ്കിൽ, ജാമ്യം നൽകാൻ പറ്റുന്ന കുറ്റങ്ങളൊക്കെ ആണെങ്കിൽ ഇവരെ ജയിലിലേക്ക് അയക്കുന്നതിന് പകരം ഇവരെ തിരിച്ച് സമൂഹത്തിലേക്ക് തന്നെ കൊണ്ടുവരും അണ്ടർ സൂപ്പർവിഷൻ. ഇപ്പോൾ എല്ലാവർക്കും പ്രൊബേഷൻ കൊടുക്കാൻ പറ്റത്തില്ല, പ്രൊബേഷന്മാരാക്കി മാറ്റാനായിട്ട് പറ്റത്തില്ല. കാരണം വലിയ കൊടും കുറ്റമൊക്കെ ചെയ്തവരൊക്കെ നമുക്ക് വെറുതെ ഇങ്ങനെ പ്രൊബേഷണറാക്കി മാറ്റി പുറത്തു വിടാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആർക്കൊക്കെയാണ് ഇത് കൊടുക്കാൻ പറ്റില്ല, ആരൊക്കെയാണ് ഇതിന് അനുയോജ്യരായിട്ടുള്ളവർ എന്നുള്ളത് ഒരു പഠനം നടത്തണം അല്ലേ. അപ്പോൾ അനുയോജ്യത ആദ്യം കണ്ടെത്തണം. ഇനി കണ്ടെത്തിയതിനു ശേഷം അവരെ പ്രൊബേഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കുക, മറ്റെന്തെങ്കിലും അവരെ ആ രീതിയിലൊക്കെ സഹായിക്കണമെങ്കിൽ സഹായിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന പദ്ധതിയാണ് നേർവഴി എന്ന പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ തിരുത്തലിനുള്ള പ്രൊബേഷണർമാരുടെ അനുയോജ്യത നിർണ്ണയിക്കാൻ, അവർ അനുയോജ്യരാണോ, തിരുത്തലിന് അനുയോജ്യരാണോ എന്ന് നിർണ്ണയിക്കാൻ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടുകൾ ഏറ്റെടുക്കുക, ആവശ്യമുള്ളപ്പോൾ ആവശ്യമായ മനഃശാസ്ത്രപരമായ ചികിത്സ നൽകുക, സമൂഹത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് ഫലപ്രദമായ മേൽനോട്ടം ഉറപ്പാക്കുക. ഇതൊക്കെയാണ് നേർവഴി എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേർവഴി എന്ന പദ്ധതി നിങ്ങൾ പഠിക്കുമ്പോൾ പ്രൊബേഷണർമാർ എന്ന കീവേഡ് ഓർത്തു വെച്ചേക്കുക. അപ്പോൾ പ്രൊബേഷണർമാർ എന്ന് കണ്ടു കഴിഞ്ഞാൽ നേർവഴിയാണ്. അടുത്തത് തണലിടം എന്ന പദ്ധതിയാണ്. നമുക്ക് നോക്കാം. പ്രൊബേഷൻ, പരോള, അകാലമോചനം, ജാമ്യം എന്നിവയ്ക്ക് അർഹതയുള്ള കുറ്റവാളികൾക്ക് സ്ഥിരമായ താമസ സ്ഥലം ഇല്ലെങ്കിൽ അവർക്ക് താൽക്കാലിക താമസ സ്ഥലം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് തണലിടം അല്ലേ. തണലുള്ള സ്ഥലമല്ലേ, തണലുള്ള സ്ഥലത്താണ് നമ്മൾ വിശ്രമിക്കാനായിട്ട് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ തണലിടം എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊബേഷനിൽ ഇറങ്ങുന്നവർ, പരോളിൽ ഇറങ്ങുന്നവർ, അകാലമോചനം നേരത്തെ തന്നെ മോചിതരാവുന്നവർ, കാലയളവ് തീരുന്നതിന് മുമ്പായിട്ട് ജാമ്യം ലഭിക്കുന്നവർ. അപ്പോൾ ഈ കുറ്റകൃത്യം ചെയ്തവർക്കാണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ വീട്ടുകാർ അംഗീകരിച്ചെന്ന് വരത്തില്ല, വീട്ടിൽ കയറ്റിയെന്ന് വരത്തില്ല, അവർക്ക് സമൂഹം ചിലപ്പോൾ അവർ അംഗീകരിക്കാനായിട്ട് സമയമെടുക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ സ്ഥിരമായ താമസ സ്ഥലം ഇല്ലെങ്കിൽ അവർക്ക് താൽക്കാലിക താമസ സ്ഥലം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് തണലിടം എന്ന പദ്ധതി കേട്ടോ. താൽക്കാലികമായിട്ട് താമസ സ്ഥലം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് തണലിടം എന്ന പദ്ധതി. അടുത്തത് പ്രതീക്ഷ എന്ന പദ്ധതി നമുക്ക് നോക്കാം. മാനസിക വൈകല്യമുള്ളവരെ പാർപ്പിക്കാനും പരിപാലിക്കാനും താല്പര്യമുള്ള NGOകൾക്ക് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് NGOകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രതീക്ഷ എന്ന പദ്ധതി കേട്ടോ. നമുക്കറിയാം നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ ഒരുപാട് ഇതുപോലുള്ള ഈ മാനസിക വൈകല്യമുള്ളവരെ പാർപ്പിക്കാനും പരിപാലിക്കാനുമുള്ള സെൻറ്ററുകൾ സർക്കാരിൻ്റെ കീഴിലുണ്ട്. പക്ഷെ അത് പോരല്ലേ, അത് മാത്രം കൊണ്ട് എഫിഷ്യൻ്റായിട്ട് അവർക്ക് സേവനം കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഈ NGOകളുണ്ടാവും, ഇതിന് താല്പര്യമുള്ള NGOകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ താല്പര്യം കാണിക്കുന്ന NGOകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന, സർക്കാർ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രതീക്ഷ എന്ന പദ്ധതി. ഒന്നും കൂടെ നോക്കുക. മാനസിക വൈകല്യമുള്ളവരെ പാർപ്പിക്കാനും പരിപാലിക്കാനും താല്പര്യമുള്ള NGOകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രതീക്ഷ എന്ന പദ്ധതി കേട്ടോ. അടുത്തത് വർണ്ണം എന്ന പദ്ധതി. വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ PG കോഴ്സുകൾ പഠിക്കുന്ന ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് കേട്ടോ വർണ്ണം എന്ന പദ്ധതി. ഓർക്കുക, ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്കാണ് ഈ പദ്ധതിയിലൂടെ സഹായം ലഭിക്കുന്നത്. എന്താണ് മാനദണ്ഡം? വിദൂര വിദ്യാഭ്യാസം ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ആയിരിക്കണം കേട്ടോ. കോളേജിൽ പോയി പഠിക്കുന്നവരല്ല, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനിൽ വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഡിഗ്രി, ഡിപ്ലോമ, PG കോഴ്സുകൾ പഠിക്കുന്ന ഭിന്നലിംഗക്കാരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് വർണ്ണം എന്ന പദ്ധതി. പ്രതിവർഷം പരമാവധി 24,000 രൂപ നൽകുന്നു. അവർക്ക് വർഷം തോറും അല്ലെങ്കിൽ ആ കോഴ്സ് തീരുന്നവരെ പഠന സഹായമായിട്ട് 24,000 രൂപ പ്രതിവർഷം നൽകുന്നു. അടുത്തത് അതിജീവനം എന്ന പദ്ധതി. വികലാംഗർക്ക് തൊഴിൽ നൈപുണ്യം വികസിപ്പിക്കുന്നതിനും തൊഴിൽ പരിശീലനത്തിലൂടെ തൊഴിൽ നേടുന്നതിനുമുള്ള പദ്ധതി. അതിജീവനം എന്ന പദ്ധതി കേട്ടോ. അതായത് വികലാംഗർക്ക് തൊഴിൽ നൈപുണ്യം, അവർക്ക് വൊക്കേഷണൽ സ്കിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിൽ സ്കില്ല് നേടുന്നതിനും വികസിപ്പിക്കുന്നതിനും തൊഴിൽ പരിശീലനത്തിലൂടെ തൊഴിൽ നേടുന്നതിനുമുള്ള പദ്ധതി. അവർക്ക് എന്തെങ്കിലും തൊഴിലൊക്കെ പരിശീലിപ്പിച്ച് സ്കില്ലുകളൊക്കെ പരിശീലിച്ച് അവർക്ക് തൊഴിൽ നേടിക്കൊടുക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് അതിജീവനം. വികലാംഗർക്കാണ് കേട്ടോ, വികലാംഗർക്കാണ്.
ഓർത്ത് വെച്ചേക്കുക, വികലാംഗർക്കാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. അവരുടെ എന്തെങ്കിലും തൊഴിൽ പഠിപ്പിക്കുക, അതിലൂടെ അവർക്ക് എന്തെങ്കിലും തൊഴിൽ മേഖല കണ്ടെത്താനും അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാനും സഹായിക്കുക. അതാണ് അതിജീവനം എന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രത്യാശ എന്ന പദ്ധതിയാണ് കേട്ടോ. മാനസിക സാമൂഹിക പുനരധിവാസ കേന്ദ്രങ്ങളിലും സർക്കാർ നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലും താമസിക്കുന്ന ഇതര സംസ്ഥാന പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ഇതര സംസ്ഥാന പൗരന്മാർക്ക് വേണ്ടി കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനത്തുള്ള പൗരന്മാർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. മറ്റ് സംസ്ഥാനത്തുള്ള പൗരന്മാർ എന്ന് പറയുമ്പോൾ മാനസിക സാമൂഹിക പുനരധിവാസ കേന്ദ്രങ്ങളിലും സർക്കാർ നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലും താമസിക്കുന്നവരാണ് കേട്ടോ. കേരളത്തിലെ മാനസിക സാമൂഹിക പുനരധിവാസ കേന്ദ്രങ്ങളിലും മറ്റ് ക്ഷേമ കേന്ദ്രങ്ങളിലും താമസിക്കുന്ന അന്തേവാസികളായിട്ടുള്ള ഇതര സംസ്ഥാന പൗരന്മാരെ തിരിച്ച് നാട്ടിലെത്തിക്കാനായിട്ട്, അവരെ വെറുതെ ഇറക്കി വിടുമെന്നല്ല, തിരിച്ച് നാട്ടിലെത്തിക്കാനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ എന്ന പദ്ധതി. പ്രത്യാശ എന്ന പദ്ധതി നിങ്ങൾ പഠിക്കുമ്പോൾ കീവേഡ് എന്താണ്? ഇതര സംസ്ഥാന പൗരന്മാർ. അടുത്തത് സഫലം എന്ന പദ്ധതി. ഡിഗ്രി, ഡിപ്ലോമ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം പരമാവധി 1 ലക്ഷം രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം എന്ന പദ്ധതി കേട്ടോ. ആ പദ്ധതി എന്ന് ഓർത്ത് വെച്ചേക്കുക. അതും മറ്റൊരു പഠിക്കാനായിട്ട് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഡിഗ്രി, ഡിപ്ലോമോ തലത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകളാണ് കേട്ടോ. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം പരമാവധി 1 ലക്ഷം സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് സഫലം എന്ന പദ്ധതി. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ്. അടുത്തത് വയോജനങ്ങൾക്കായിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് വയോരക്ഷ എന്ന പദ്ധതി. അവശത അനുഭവിക്കുന്ന അന്തസ്ഥിതരായ നിർധനരായ വയോജനങ്ങൾക്ക് അടിയന്തര വൈദ്യസഹായം നൽകുക, കിടപ്പിലായ മുതിർന്ന പൗരന്മാർക്ക് പരിചരണം നൽകുന്നവരുടെ ലഭ്യത ഉറപ്പാക്കുക, മുതിർന്ന പൗരന്മാർക്ക് നിയമസഹായം നൽകുക മുതലായ ലക്ഷ്യങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോരക്ഷ എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. വയോരക്ഷ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ വയോജനങ്ങളുടെ രക്ഷയ്ക്കായിട്ട്, അവരുടെ സംരക്ഷണത്തിനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് വയോരക്ഷ എന്ന പദ്ധതി. അപ്പോൾ ഇതിലൂടെ നിർധനരായ വയോജനങ്ങൾക്ക് അടിയന്തര വൈദ്യസഹായം ലഭിക്കുന്നു. ഇനി കിടപ്പിലായ വയോജനങ്ങളാണെങ്കിൽ, കിടപ്പിലായ വൃദ്ധരാണെങ്കിൽ അവരെ പരിചരിക്കാനായിട്ടുള്ള ആളുകളുടെ ലഭ്യത ഉറപ്പാക്കുക. ഇനി അവർക്ക് എന്തെങ്കിലും നിയമസഹായം വേണമെങ്കിൽ അത് ലഭ്യമാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. വയോരക്ഷ എന്ന പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ വരുന്ന പദ്ധതിയാണ്. അടുത്തത് ജീവനം എന്ന പദ്ധതി. നമുക്ക് നോക്കാം. കുറ്റകൃത്യത്തിന്റെ ഇരകൾക്കും അവരുടെ ആശ്രിതർക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം എന്ന പദ്ധതി കേട്ടോ. ഒറ്റത്തവണ സഹായമായി 20,000 രൂപ നൽകുന്നു. അപ്പോൾ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളുടെ ഇരയായവർക്ക്, അത് സ്ത്രീകളെന്നൊന്നും എടുത്ത് പറയുന്നില്ല, പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ, അപ്പോൾ ഇരയായവർക്ക് ഇരകൾക്കോ അല്ലെങ്കിൽ അവരുടെ ആശ്രിതർക്കോ, അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കോ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് 20,000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ജീവനം എന്ന പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. ജീവനം എന്ന പദ്ധതി. അടുത്തത് സ്നേഹയാനം എന്ന് പറയുന്ന പദ്ധതിയാണ്. സ്നേഹയാനം എന്ന പദ്ധതി നമുക്ക് നോക്കാം. വിധവകളും വിവാഹമോചനം നേടിയവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരും സ്ഥിര വരുമാനത്തിന് മറ്റ് മാർഗങ്ങളില്ലാത്തവരുമായ വികലാംഗരായ മക്കളുള്ള അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ സ്നേഹയാനം എന്ന പദ്ധതി നിങ്ങൾ പഠിക്കുമ്പോൾ ഈസി ആയിട്ട് എളുപ്പത്തിൽ കണക്ട് ചെയ്ത് പഠിക്കുക. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ, സ്നേഹയാനം എന്ന് പറയുന്നത് ഇലക്ട്രിക് ഓട്ടോറിക്ഷകളാണ് ആ പദ്ധതിയുടെ കീവേഡ്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ. അപ്പോൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ സൗജന്യമായിട്ട് ആർക്കാണ് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുന്നത്? വികലാംഗരായ മക്കളുള്ള അമ്മമാർക്കാണ് കേട്ടോ. മറ്റ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, വിധവകളും വിവാഹമോചനം നേടിയവരും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരും സ്ഥിര വരുമാനത്തിന് മറ്റ് മാർഗങ്ങളൊന്നുമില്ലാത്ത വികലാംഗരായ മക്കളുള്ള അമ്മമാർക്ക് ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ്. അവർക്ക് സ്വന്തമായിട്ട് ഓട്ടോ ഓടിച്ച് ജീവിക്കാനായിട്ട്, വരുമാനം ഉണ്ടാക്കി ജീവിക്കാനായിട്ട് സൗജന്യമായി ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം എന്ന പദ്ധതി. അടുത്തത് സഹജീവനം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഹെൽപ്പ് ഡെസ്ക് എന്ന വാക്ക് നമുക്കറിയാം അല്ലേ? ഹെൽപ്പ് ഡെസ്ക് ഭിന്നശേഷിക്കാർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും സർക്കാർ സേവനങ്ങൾ വാതിൽപ്പടിയിൽ എത്തിക്കുന്നതിനും
വേണ്ടി ആരോഗ്യ, വിദ്യാഭ്യാസ, തദ്ദേശ സ്വയംഭരണ, വനിതാ ശിശു വികസന വകുപ്പുകളുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും വകുപ്പുകളുമായിട്ട് സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സഹജീവനം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. ഈ പദ്ധതി ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയാണ്. ഭിന്നശേഷിക്കാർക്ക് മാനസിക പിന്തുണ നൽകുന്നതിനും സർക്കാർ സേവനങ്ങൾ, അവർക്ക് ഭിന്നശേഷിക്കാർക്ക് സർക്കാർ സേവനങ്ങൾ വാതിൽപ്പടിയിൽ എത്തിക്കുന്നതിനും വേണ്ടി ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വനിതാ ശിശു വികസന വകുപ്പുകളുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സഹജീവനം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് ശ്രേഷ്ഠം എന്ന പദ്ധതിയാണ്. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ വരുന്ന മറ്റൊരു പദ്ധതിയാണ് ശ്രേഷ്ഠം എന്ന പദ്ധതി. നമുക്ക് നോക്കാം. കലാകായിക പ്രവർത്തനങ്ങളിൽ പ്രത്യേക കഴിവും വൈദഗ്ധ്യവും പ്രകടമാക്കിയ വികലാംഗർക്കായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ശ്രേഷ്ഠം എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ ഇതും വികലാംഗർക്കായിട്ടുള്ള പദ്ധതിയാണ്. കലാകായിക പ്രവർത്തനങ്ങൾ, കലയിലും കായിക ഇനങ്ങളിലും കഴിവ് തെളിയിച്ച വികലാംഗർക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശ്രേഷ്ഠം എന്ന പദ്ധതി. ഈ പദ്ധതി അവർക്ക് സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ അക്കാദമികൾ കേന്ദ്രങ്ങളിൽ പ്രത്യേക പരിശീലനം നേടുന്നതിനും അവസരമൊരുക്കുകയും അല്ലെങ്കിൽ മത്സര തരത്തിൽ അവരുടെ കഴിവ് മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ ഈ കലാമേഖലയിലോ അല്ലെങ്കിൽ കായിക മേഖലയിലോ പ്രത്യേക കഴിവ് തെളിയിച്ച വികലാംഗർക്ക് ഒരു മത്സര തലത്തിൽ അവരുടെ കഴിവ് മെച്ചപ്പെടുത്താനും അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള അക്കാദമികളിലോ മറ്റ് കേന്ദ്രങ്ങളിലോ ഒക്കെ പ്രത്യേക പരിശീലനം ലഭിക്കാനായിട്ടുള്ള അവസരമൊക്കെ ഒരുക്കി കൊടുക്കുന്നു. അതാണ് ശ്രേഷ്ഠം എന്ന പദ്ധതി. അപ്പോൾ ശ്രേഷ്ഠമാർക്കാണ്? വികലാംഗർക്കാണ്. ഏത് മേഖലയാണ്? കായിക പ്രവർത്തനങ്ങളിൽ കഴിവ് തെളിയിച്ച വികലാംഗർക്കായിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ശ്രേഷ്ഠം, വികലാംഗർക്ക്, കലാകായികം, കീവേഡുകൾ ഓർത്തു വെച്ചേക്കുക, അല്ലെങ്കിൽ അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒന്ന് കണക്ട് ചെയ്ത് എഴുതി വെച്ചേക്കുക. അടുത്തത് യജ്ഞം എന്ന് പറയുന്ന പദ്ധതി. യജ്ഞം PSC, UPSC, ബാങ്കിംഗ് സേവനങ്ങൾ, RRB, UGC, നെറ്റ്, JRF, CAT, MAT മുതലായ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭിന്നലിംഗക്കാർക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ PSC ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിനും ഈ പറഞ്ഞ എല്ലാ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭിന്നലിംഗക്കാർക്ക്, ട്രാൻസ്ജെൻഡേഴ്സിന് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് യജ്ഞം എന്ന പദ്ധതി കേട്ടോ. അതായത് മത്സര പരീക്ഷകൾക്ക്, ഇതുപോലുള്ള ടെസ്റ്റുകളൊക്കെ എഴുതാനായിട്ട് ആഗ്രഹം ഉള്ള ഭിന്നലിംഗക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്ന പദ്ധതിയാണ് യജ്ഞം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പോൾ യജ്ഞം എന്ന് പറയുന്ന പദ്ധതി എന്താണ്? കോമ്പറ്റീറ്റീവ് എക്സാംസ്, മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിനായിട്ടുള്ള സഹായം, വിദ്യാഭ്യാസ സഹായം ആർക്കാണ് നൽകുന്നത്? ഭിന്നലിംഗക്കാർക്കാണ് നൽകുന്നത്. ഓക്കെ, അടുത്തത് കരുതൽ എന്ന് പറയുന്ന പദ്ധതിയാണ്. നമുക്ക് നോക്കാം. കരുതൽ എന്ന് പറയുന്ന പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് കേട്ടോ. ഭിന്നലിംഗക്കാർക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 2015 ഒരു സർവേയിൽ സംസ്ഥാനത്തെ ട്രാൻസ്ജെൻഡർ ജനസംഖ്യയുടെ 51% സ്വന്തം കുടുംബത്തിൽ നിന്ന് അകന്നു പോയതായി കണ്ടെത്തി. അതായത് 2015 ഒരു സർവേ നടത്തിയപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ പോപ്പുലേഷൻ, സംസ്ഥാനത്തിലെ ഈ ട്രാൻസ്ജെൻഡർ പോപ്പുലേഷൻ എടുത്തപ്പോൾ അതിനകത്ത് 51% പേരും സ്വന്തം കുടുംബത്തിൽ നിന്ന് വിട്ടുപോയതായി കണ്ടെത്തി. പകുതിയിൽ കൂടുതൽ പേരും ഇപ്പോൾ അവർക്ക് സ്വന്തം കുടുംബമില്ല, അവർ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഉറ്റവരില്ലാതെ കഴിയുകയാണെന്ന് കണ്ടെത്തി. അപ്പോൾ അവർക്ക് സഹായം നൽകുന്ന പദ്ധതിയാണ് കരുതൽ എന്ന് പറയുന്ന പദ്ധതി. പ്രതിസന്ധി ഘട്ടങ്ങളിലോ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുമ്പോഴോ ഉടനടി പിന്തുണ ആവശ്യമുള്ള നിർധനരായ ഭിന്നലിംഗക്കാർക്ക് സഹായം നൽകുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കേട്ടോ. നിർധനരായ ഭിന്നലിംഗക്കാർക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങളിലോ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുമ്പോഴോ പിന്തുണ നൽകുന്നതിനും അല്ലെങ്കിൽ സഹായം നൽകുന്നതിനുമായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് കരുതൽ എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് സാകല്യം എന്ന് പറയുന്ന പദ്ധതിയാണ്. സാഫല്യമല്ല, സാകല്യം എന്ന് പറയുന്ന പദ്ധതിയാണ്. ഭിന്നലിംഗക്കാർക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഭിന്നലിംഗക്കാർക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സാകല്യം എന്ന പദ്ധതി. അപ്പോൾ ഈ സാകല്യം പദ്ധതിയും ഭിന്നലിംഗക്കാർക്കായിട്ടുള്ളതാണ് കേട്ടോ. കരുതലും ഭിന്നലിംഗക്കാർക്കായിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഭിന്നലിംഗക്കാർക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം, അവർക്ക് തൊഴിൽ നേടാനായിട്ട് തൊഴിലധിഷ്ഠിത പരിശീലനം നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് സാകല്യം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ്. അടുത്തത് മിത്രം എന്ന പദ്ധതി.
കുറ്റകൃത്യത്തിന് ഇരയായവർക്കും അവരുടെ ആശ്രിതർക്കും സ്വയം തൊഴിലിൽ ഏർപ്പെടുന്നതിലൂടെ അവർക്ക് സാമ്പത്തികമായി സ്വതന്ത്രരാകാൻ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതി. അതായത് സിമ്പിളായിട്ട് അത് ഓർത്ത് വെച്ചേക്കുക, കുറ്റകൃത്യത്തിന് ഇരയായവർക്കോ അല്ലെങ്കിൽ അവരെ ആശ്രയിക്കുന്നവർക്കോ അവരുടെ ആശ്രിതർക്കോ സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ട് സഹായം നൽകുന്ന പദ്ധതിയാണ് മിത്രം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ, മിത്രം എന്ന പദ്ധതി. അടുത്തത് ഇംപ്രസ്ഡ് മണി സ്കീം. ഇംപ്രസ്ഡ് മണി സ്കീം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെടുന്ന അനാഥർക്കും അശരണർക്കും ഭക്ഷണം, വസ്ത്രം, വൈദ്യസഹായം, മറ്റ് അടിയന്തര സേവനങ്ങൾ എന്നിവ നൽകി പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇംപ്രസ്ഡ് മണി സ്കീം. നമുക്കറിയാം ഈ പൊതുസ്ഥലങ്ങളിലൊക്കെ എന്താണ് ഒരുപാട് പേരെന്താണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നുണ്ടല്ലേ, അവർ കിടന്നുറങ്ങുന്നതേ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവർക്ക് മറ്റ് സഹായമൊന്നും ഇല്ലാത്ത, മറ്റ് ആശ്രയിക്കാനൊന്നും ആരുമില്ലാത്ത അനാഥരായിട്ടുള്ള പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് ഭക്ഷണം, വസ്ത്രം, വൈദ്യസഹായം നൽകുക, മറ്റ് അടിയന്തര സേവനങ്ങളൊക്കെ എന്താണ് നൽകി അവരെ പുനരധിവസിപ്പിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഇംപ്രസ്ഡ് മണി സ്കീം എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതിക്കായി 2023-24 സാമ്പത്തിക വർഷം 7 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കേട്ടോ ഈ പദ്ധതിക്കായിട്ട്. അടുത്തത് സുനീതി എന്ന് പറയുന്ന സംവിധാനമാണ്. സുനീതി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ്, ഗവൺമെൻറ്റിൻ്റെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ വരുന്ന ഒരു വെബ്സൈറ്റാണ് സുനീതി എന്ന് പറയുന്നത്. വെബ് പോർട്ടലാണ്. സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിന് ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. സുനീതി വെബ് പോർട്ടൽ അതൊരു വെബ്സൈറ്റാണ്. അതിനകത്ത് ഈ സർക്കാർ സേവനങ്ങളും മറ്റ് പദ്ധതികളും മറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അതിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പുതിയൊരു വെബ്സൈറ്റാണ് സുനീതി എന്ന് പറയുന്നത്. അപ്പോൾ വെബ് പോർട്ടലാണ്. സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിന് ആവിഷ്കരിച്ച വെബ് പോർട്ടൽ കേട്ടോ, വെബ്സൈറ്റ്. അപ്പോൾ സുനീതി വെബ്സൈറ്റാണ്, സുനീതി വെബ്സൈറ്റാണ് അല്ലെങ്കിൽ വെബ് പോർട്ടലാണ്. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ വാത്സല്യ. ഓപ്പറേഷൻ വാത്സല്യ കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ. അല്ലേ, കുട്ടികളൊക്കെ എന്താണ് മിസ്സിങ് ആവുന്നുണ്ട്, തട്ടിക്കൊണ്ട് പോലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്പറേഷൻ വാത്സല്യ അതൊരു ദൗത്യമാണല്ലേ, അതൊരു പദ്ധതി മാത്രമല്ല, ഒരു ദൗത്യവും കൂടിയാണ്. കാണാതായ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരണം, അവരെ കണ്ടെത്തണം അല്ലേ. അപ്പോൾ അതാണ് ഓപ്പറേഷൻ വാത്സല്യ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഓർമ്മത്തോണി എന്ന പദ്ധതി. ഓർമ്മത്തോണി എന്ന പദ്ധതി മറവി രോഗമായ ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കീവേഡ് എന്ന് വെച്ചാൽ ഡിമെൻഷ്യ അല്ലെങ്കിൽ അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങൾ ബാധിച്ച മറവി രോഗങ്ങൾ അല്ലേ. ഓർമ്മത്തോണി, ഓർമ്മ മറവിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഡിമെൻഷ്യ, അൽഷിമേഴ്സ് പോലുള്ള മറവി രോഗങ്ങൾ ബാധിച്ച വയോജനങ്ങൾക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്, സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓർമ്മത്തോണി എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് വനിതാ ശിശുവികസന വകുപ്പിൻ്റെയും അതുപോലെ തന്നെ സാമൂഹ്യനീതി വകുപ്പിൻ്റെയും കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട പദ്ധതികളാണ്. ഇനി നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളും പദ്ധതികളും പഠിക്കാം. അടുത്തതായി പഠിക്കാനായിട്ട് പോകുന്നത് കേരള ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന പദ്ധതികളാണ് കേട്ടോ. കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന പദ്ധതികളാണ്. ആദ്യത്തേത് എൽസ എന്ന് പറയുന്ന പദ്ധതിയാണ്. ELSA എന്ന് പറയുന്ന എൽസ എന്ന് പറയുന്ന പദ്ധതിയാണ്. എൽസയുടെ ഫുൾ ഫോം ഇറാഡിക്കേറ്റിംഗ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് എന്നാണ് കേട്ടോ. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ്. ലെപ്രസി കുഷ്ഠരോഗത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. നമുക്ക് നോക്കാം. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് നടപ്പിലാക്കിയ പദ്ധതിയാണ്. അപ്പോൾ എൽസ എന്ന പദ്ധതി പഠിക്കുമ്പോൾ കുഷ്ഠരോഗമാണ് കീവേഡ്. ലെപ്രസി, കുഷ്ഠരോഗം. എൽസയിൽ ELSAയിലെ L എന്ന് പറയുന്നത് ലെപ്രസിയാണ് കേട്ടോ, ലെപ്രസിയാണ്. ഇത് ഈയിടയ്ക്ക് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചേക്കുക. അടുത്തത് ഉയരെ എന്ന പദ്ധതി. കേരള ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ വരുന്ന മറ്റൊരു പദ്ധതിയാണ് ഉയരെ എന്ന പദ്ധതി. നമുക്ക് നോക്കാം. വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാൻ ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും ചേർന്ന് നടപ്പിലാക്കിയ പദ്ധതി. എന്താണ്? വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാനായിട്ട് ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ മിഷനും നാഷണൽ ഹെൽത്ത് മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉയരെ എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ ഉയരെ എന്ന പദ്ധതി പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ടത് എന്താ? വിദ്യാലയങ്ങളെ ലഹരി മുക്തമാക്കാൻ. ലഹരി എന്ന കീവേഡ് ഓർത്തിരിക്കുക. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരൊക്കെയാണ് നടത്തുന്നത്? ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ദേശീയ ആരോഗ്യ മിഷനും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അടുത്തത് ശലഭം എന്ന് പറയുന്ന പദ്ധതിയാണ്. നമുക്ക് നോക്കാം.
സംസ്ഥാന സർക്കാർ ആശുപത്രികളിൽ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യവകുപ്പിന്റെ പദ്ധതിയാണ് ശലഭം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. ശലഭം എന്ന പദ്ധതി എന്താണ് ഉദ്ദേശിക്കുന്നത്? സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശലഭം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നവജാത ശിശുക്കൾക്കാണ് അല്ലേ, ജനിക്കുന്ന കുട്ടികൾക്കാണ് അല്ലേ. കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ വിശദമായിട്ടുള്ള ആരോഗ്യ പരിശോധനകളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ വൈകല്യങ്ങളുണ്ടെന്നൊക്കെ കണ്ടെത്തണം, എന്തെങ്കിലും ചികിത്സയോ മറ്റു പരിപാലനമോ ഒക്കെ വേണ്ടെങ്കിൽ കൊടുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ശലഭം. ഓക്കെ, അപ്പം നവജാത ശിശുക്കൾ അതാണ് കീവേഡ് കേട്ടോ. ശലഭം എന്ന പദ്ധതിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കേണ്ട കീവേഡ് നവജാത ശിശുക്കൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അവരുടെ സമഗ്രമായ ആരോഗ്യ പരിശോധനയ്ക്കായിട്ട്. അടുത്ത പദ്ധതി ഒന്നായി പൂജ്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പൂജ്യത്തിലേക്ക് പോകുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. 2025 സംസ്ഥാനത്തെ HIV മുക്തമാക്കുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നായി പൂജ്യത്തിലേക്ക് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് 2025 കൂടി, അടുത്ത വർഷത്തോടു കൂടി സംസ്ഥാനത്തെ എയ്ഡ്സ് മുക്തമാക്കാനായിട്ട്, HIV മുക്തമാക്കാനായിട്ട് നടത്തുന്ന ക്യാമ്പയിനാണ് ഒന്നായി പൂജ്യത്തിലേക്ക്. അടുത്തത് നമുക്ക് ആരോഗ്യ വകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയെ പറ്റി പഠിക്കാം. സശ്രതം എന്നാണ് ആ പദ്ധതിയുടെ പേര്. പ്രീവിയസ് ചോദ്യമാണ്. സശ്രതം എന്ന പദ്ധതി എന്താണെന്ന് നമുക്ക് നോക്കാം. കൗമാരക്കാരിലെ ജീവിതശൈലി രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി പരിഹരിക്കാൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആരോഗ്യ സർവേ പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ഒരു ആരോഗ്യ സർവേ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, സശ്രതം എന്ന് പറയുന്നത്. കൗമാരക്കാരിലെ ടീനേജിലുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ജീവിതശൈലി രോഗങ്ങൾ ആദ്യം തന്നെ തുടക്കത്തിലെ കണ്ടുപിടിച്ച് അതിന് പരിഹാരം കണ്ടെത്താനും മറ്റു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനും വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് സശ്രതം എന്ന് പറയുന്നത്. അപ്പോൾ സശ്രതം എന്ന പദ്ധതി ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത്. ജീവിതശൈലി രോഗങ്ങൾ അതാണ് കീവേഡ്. ഹയർ സെക്കൻഡറി സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളിൽ ഉണ്ടാവുന്ന ജീവിതശൈലി രോഗങ്ങളൊക്കെ നേരത്തെ തന്നെ അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടുപിടിച്ച് പരിഹാരങ്ങൾ കണ്ടെത്താനായിട്ടും മറ്റ് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാനും വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് സശ്രതം എന്ന് പറയുന്ന പദ്ധതി. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ്. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ വരുന്ന മറ്റൊരു പദ്ധതി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഏതായിരുന്നു? ഉയരെ എന്ന പദ്ധതി അല്ലേ. ഉയരെ എന്ന പദ്ധതിയും നാഷണൽ ഹെൽത്ത് മിഷനും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇനി നാഷണൽ ഹെൽത്ത് മിഷന്റെ മാത്രമായിട്ട് വരുന്നൊരു പദ്ധതിയുണ്ട്. അത് WIFS എന്ന പദ്ധതിയാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ചോദ്യമാണ്. വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ എന്നാണ് WIFSന്റെ ഫുൾ ഫോം. അത് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, അയൺ ആൻഡ് ഫോളിക് ആസിഡ് ഗുളിക നമ്മൾ കേട്ടിട്ടുള്ളത്, നമുക്കറിയാവുന്നൊരു ഗുളികയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയാണ്. അപ്പോൾ ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ വിളർച്ച തടയാനും അല്ലെങ്കിൽ വിളർച്ച വരാതിരിക്കാനൊക്കെ വേണ്ടി കൊടുക്കുന്ന സപ്ലിമെൻ്റ് ആണ് അയൺ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലക്ഷ്യം എന്താണ്? കൗമാരക്കാരിൽ 10 മുതൽ 19 വയസ്സ് വരെയുള്ള കൗമാരക്കാരിൽ വിളർച്ചയുടെ വ്യാപനവും തീവ്രതയും കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ 10 മുതൽ 19 വയസ്സ് വരെയുള്ള കൗമാരക്കാരിൽ വിളർച്ചയുടെ വ്യാപനവും തീവ്രതയും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നാഷണൽ ഹെൽത്ത് മിഷൻ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, WIFS, വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിന്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതി നോക്കാം. നവജീവൻ എന്ന പദ്ധതിയാണ് കേട്ടോ. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് സ്കീമിന്റെ കീഴിൽ വരുന്ന ഒരു പദ്ധതിയാണ് നവജീവൻ എന്ന പദ്ധതി. നോക്കാം, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ നവജീവൻ എന്ന പദ്ധതി നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിന്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ്. ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് നമ്മൾ കൊടുക്കാറുണ്ടല്ലേ ജോലി കിട്ടുന്നതിനായിട്ട്. അപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് കൊടുത്തിട്ടും രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി, ചെറുപ്പക്കാർക്കല്ല, മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ, അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ടുള്ള പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്ന പദ്ധതി. അടുത്തത്
കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്മാം. ഇമ്പോർട്ടൻ്റ് ആണ് സ്മാം എന്ന് പറയുന്ന പദ്ധതി. സമം അല്ല, സ്മാം ആണ്. ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട് SMAM, സ്മാം. സ്മാം അതിൻ്റെ ഫുൾ ഫോം സബ് മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കാനൈസേഷൻ. സബ് മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കാനൈസേഷൻ ആണ് സ്മാം എന്ന പദ്ധതിയുടെ അല്ലെങ്കിൽ സ്മാം എന്ന വാക്കിൻ്റെ ഫുൾ ഫോം. അതെന്താ ഉദ്ദേശിക്കുന്നത്? കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. കർഷകർക്ക് കാർഷിക യന്ത്രങ്ങൾ അല്ലെ മെക്കാനൈസേഷൻ നടപ്പിലാക്കുക. കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും മറ്റു ഉപകരണങ്ങളും സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സ്മാം എന്ന പദ്ധതി. സ്മാം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. സബ് മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കാനൈസേഷൻ. അടുത്തത് ഹോപ്പ് എന്ന പദ്ധതിയാണ്. അപ്പോൾ പദ്ധതിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കേരള പോലീസിന്റെ അല്ലെങ്കിൽ പോലീസ് വകുപ്പിന്റെ കീഴിൽ വരുന്ന പ്രധാനപ്പെട്ട പദ്ധതിയാണ് കേട്ടോ. കേരള പോലീസ് വകുപ്പ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം പഠിക്കുന്നതാണ് ഹോപ്പ്. ഹോപ്പ് എന്ന പദ്ധതി, പ്രതീക്ഷ അല്ലെ, പ്രതീക്ഷ എന്ന പദ്ധതി നോക്കാം. ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് അല്ലെങ്കിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ഹോപ്പ്, പ്രതീക്ഷ എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ ഹോപ്പ് എന്ന പദ്ധതി കേരള പോലീസിന്റെ അണ്ടറിൽ വരുന്ന പദ്ധതിയാണ്. അതെന്തിനാണ് കൊണ്ടുവന്നത്? പാതി വഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികൾക്ക് തുടർ പഠനം സാധ്യമാക്കാൻ കേരള പോലീസ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഹോപ്പ് എന്ന പദ്ധതി. അടുത്തത് കാവൽ കരുതൽ. കാവൽ കരുതൽ എന്ന പ്രോഗ്രാം അല്ലെങ്കിൽ പദ്ധതി നമുക്ക് നോക്കാം. കാവൽ കരുതൽ കൊണ്ടുവന്നത് ജോലിഭാരവും മാനസിക സമ്മർദ്ദവും മൂലം പ്രയാസമനുഭവിക്കുന്ന പോലീസുകാരെയും കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്താൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പ്രത്യേക പദ്ധതിയാണ് കാവൽ കരുതൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കാവൽ കരുതൽ എന്ന പദ്ധതി എന്താണ്? കാവൽ നിൽക്കുന്നവർക്കായിട്ട് അല്ലെങ്കിൽ അവരുടെ കരുതലിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. പോലീസുകാർക്ക് വേണ്ടി തന്നെ കൊണ്ടുവന്ന പദ്ധതി. നമുക്കറിയാം പോലീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസം പിടിച്ച പണിയാണ്. ലീവ് ഒന്നും കിട്ടത്തില്ല, ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ, ഒരുപാട് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ മാനസിക സമ്മർദ്ദവും മറ്റു കാര്യങ്ങളൊക്കെ കാരണം പ്രയാസം അനുഭവിക്കുന്ന പോലീസുകാരെയും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്താനായിട്ട് ആഭ്യന്തര വകുപ്പ് അല്ലേ, ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പ്രത്യേക പദ്ധതിയാണ് കാവൽ കരുതൽ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് മാലാഖ എന്ന പദ്ധതി. മാലാഖ എന്ന പദ്ധതി. മാലാഖ കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് കേരള പോലീസ് രൂപം നൽകിയ ബോധവൽക്കരണ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ മാലാഖ എന്നത് ഒരു ബോധവൽക്കരണ പരിപാടിയാണ്. അതെന്തിനാണ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത്? കുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് കേരള പോലീസ് രൂപം നൽകിയ ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് മാലാഖ. ഓക്കെ, അപ്പോൾ മാലാഖ എന്ന് പറയുന്ന ബോധവൽക്കരണ പരിപാടിയാണ് കുട്ടികൾക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ബോധവൽക്കരണം നടത്താനായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്താനായിട്ട് കൊണ്ടുവന്ന പരിപാടിയാണ് മാലാഖ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് പോഡ എന്ന് പറയുന്ന പദ്ധതി. പോഡ എന്നല്ല പറയേണ്ടത്, പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. അതാണ് പോഡയുടെ ഫുൾ ഫോം. പോഡയുടെ ഫുൾ ഫോം എന്താണ്? പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ്. നമുക്ക് നോക്കാം. IT പാർക്കുകളിൽ അടക്കമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ കൊച്ചി പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ഈ പോഡ എന്ന് പറയുന്നത് കൊച്ചി പോലീസ് നടപ്പിലാക്കിയ പദ്ധതിയാണ്. IT പാർക്കുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ, IT പാർക്കുകൾ മാത്രമല്ല, IT പാർക്കുകൾ അടക്കമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ ലഹരി ഉപയോഗം തടയുന്നതിന് അല്ലെങ്കിൽ അതിന് തടയിടാനായിട്ട് കൊച്ചി പോലീസ് കൊണ്ടുവന്ന പദ്ധതിയാണ് പോഡ എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. പോഡയുടെ ഫുൾ ഫോം പോളിസി ഫോർ പ്രിവെൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് ആണ് പോഡയുടെ ഫുൾ ഫോം. അടുത്തത് നിഴൽ എന്ന പദ്ധതിയാണ് കേട്ടോ. നിഴൽ എന്ന പദ്ധതി ഓർത്തു വെച്ചേക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നിഴൽ എന്ന പദ്ധതി അസമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന വനിതാ യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സുരക്ഷയൊരുക്കാൻ കേരള പോലീസിന്റെ പദ്ധതിയാണ് നിഴൽ എന്ന് പറയുന്നത് കേട്ടോ. രാത്രി സമയങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന വനിതാ യാത്രക്കാർക്കും, സ്ത്രീകൾക്കും അല്ലെങ്കിൽ പെൺകുട്ടികൾക്കും മുതിർന്ന പൗരന്മാർക്കും സുരക്ഷ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ സുരക്ഷ ഒരുക്കാനായിട്ട് കേരള പോലീസിന്റെ പദ്ധതിയാണ് നിഴൽ എന്ന് പറയുന്നത്. 112 എന്ന നമ്പറിൽ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതത് സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് സഹായം ലഭിക്കുന്നതാണ് പദ്ധതി. അപ്പോൾ 112 ആണ് നമ്പർ എന്ന് പറയുന്നത്, 100 അല്ല. 112
എന്താണ് വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചാൽ അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നിഴൽ എന്നത് എന്താണ് രാത്രിയാണ്, രാത്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന വനിത യാത്രക്കാർക്കും മുതിർന്ന പൗരന്മാർക്കും സുരക്ഷ ഉറപ്പാക്കാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ്. 112 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഓക്കെ, അടുത്തത് അപരാജിത എന്ന് പറയുന്ന പദ്ധതിയാണ്. അപരാജിത എന്ന പദ്ധതിയാണ്. നമുക്ക് നോക്കാം. സാമൂഹിക മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന സൈബർ ആക്രമണങ്ങൾ, ഭർതൃവീടുകളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സ്ത്രീധന പീഡനങ്ങൾ, മറ്റ് ഗാർഹിക പീഡനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ കേരള പോലീസ് സ്ത്രീകൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അപരാജിത എന്ന് പറയുന്ന പദ്ധതി. സ്ത്രീധന പീഡനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയകളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ അറ്റാക്കിന് വിധേയരാകുന്ന സ്ത്രീകൾക്കൊക്കെ വേണ്ടി കേരള പോലീസ് കൊണ്ടുവന്ന പദ്ധതിയാണ് അപരാജിത എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പോൾ അപരാജിത എന്ന് പറയുന്ന പദ്ധതി സ്ത്രീകൾക്കായുള്ള പദ്ധതിയാണ്. അത് ഓർത്തു വെച്ചേക്കുക. അടുത്തത് DDAD എന്ന് പറയുന്ന പദ്ധതിയാണ് കേട്ടോ. DDADന്റെ ഫുൾ ഫോം ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്നാണ്. ഡിജിറ്റൽ ഡി അഡിക്ഷൻ. അപ്പോൾ ഡിജിറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ, ഇന്റർനെറ്റ്, ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ് അല്ലേ. അപ്പോൾ ഡിജിറ്റൽ ഉപകരണങ്ങളിലെല്ലാം കുട്ടികൾക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഡി അഡിക്ഷൻ, അതിനെ മുക്തമാക്കുക, ആ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന പദ്ധതി തന്നെയാണ് DDAD എന്ന് പറയുന്നത്, ഡിജിറ്റൽ ഡി അഡിക്ഷൻ. മൊബൈൽ ഇന്റർനെറ്റ് അടിമത്തത്തിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ DDAD അല്ലെങ്കിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ അല്ലെങ്കിൽ DDAD എന്ന് പറയുന്ന പദ്ധതി. രാജ്യത്ത് തന്നെ ആദ്യമായി 2023 മാർച്ചിലാണ് കേരള പോലീസിലെ സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പദ്ധതി ആരംഭിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി രാജ്യത്തിൽ ആദ്യമായിട്ടാണ് കൊണ്ടുവന്നത്. 2023 മാർച്ചിലാണ് കേരള പോലീസിലെ സോഷ്യൽ പോലീസിംഗ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ്. ഓക്കെ, DDAD, ഡിജിറ്റൽ ഡി അഡിക്ഷൻ. അപ്പോൾ അത് പേരിൽ തന്നെ ഉണ്ടല്ലേ, ഡിജിറ്റൽ ഡി അഡിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, നമുക്ക് ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്ന് എന്താണ് അതിൻ്റെ അഡിക്ഷൻ കുറയ്ക്കുക, ഡി അഡിക്ഷൻ കൊണ്ടുവരിക. അടുത്തത് തുണ എന്ന് പറയുന്ന പദ്ധതി. കേരള പോലീസിന്റെ വിവിധ സേവനങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്ന പോർട്ടലാണ് തുണ എന്ന പോർട്ടൽ കേട്ടോ. അപ്പോൾ തുണ എന്നത് പറയും, നമ്മൾ നേരത്തെ സുനീതി എന്ന് പറയുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ സുനീതി എന്ന് പറയുന്ന പോർട്ടൽ നമ്മൾ പഠിച്ചതാണ് അല്ലേ, വെബ്സൈറ്റ് പഠിച്ചതാണ്. അപ്പോൾ അതുപോലുള്ള ഒരു പോർട്ടലാണ് തുണ എന്ന് പറയുന്ന പോർട്ടൽ. കേരള പോലീസിന്റെ വിവിധ സേവനങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കുന്ന പോർട്ടലാണ്, ഓൺലൈനായി അപേക്ഷ നൽകാൻ സാധിക്കുന്ന പോർട്ടലാണ്. കേരള പോലീസിന്റെ വിവിധ സേവനങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്ന പോർട്ടലാണ് തുണ എന്ന് പറയുന്ന വെബ് പോർട്ടൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ പൊതുവായിട്ട് വരുന്ന മറ്റ് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പദ്ധതി ഹെൽത്തി കിഡ്സ് എന്ന് പറയുന്ന പദ്ധതിയാണ് കേട്ടോ. ഹെൽത്തി കിഡ്സ് എന്ന പദ്ധതിയാണ്. അപ്പോൾ ഈ ഹെൽത്തി കിഡ്സ് എന്ന പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ പ്രൈമറി തലത്തിൽ തന്നെ കായിക വിദ്യാഭ്യാസം ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് കേട്ടോ. SCERTയുടെ നേതൃത്വത്തിൽ കായിക പഠനം കൊണ്ടുവരാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹെൽത്തി കിഡ്സ് എന്ന് പറയുന്ന പദ്ധതി. നോക്കാം, പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായി കായിക യുവജനകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി SCERT വികസിപ്പിച്ച പദ്ധതിയാണ്. ആർക്ക് വേണ്ടി? പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി SCERT വികസിപ്പിച്ച പദ്ധതിയാണ്. ആരുടെ സഹായത്തോടു കൂടി? കായിക യുവജനകാര്യ വകുപ്പിന്റെ സഹകരണത്തോടു കൂടി വികസിപ്പിച്ച പദ്ധതിയാണ് കേട്ടോ. രാജ്യത്ത് ആദ്യമായി കേരളമാണ് പ്രൈമറി തലത്തിൽ കായിക പഠനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത്. കായിക പഠനം പ്രൈമറി തലത്തിൽ രാജ്യത്ത് ആദ്യമായിട്ട് ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് കേരളമാണ് കേട്ടോ. അടുത്തത് ഉന്നതി വിജ്ഞാൻ എന്ന് പറയുന്ന പദ്ധതി നമുക്ക് നോക്കാം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ കേട്ടോ. അപ്പോൾ SC ST കാറ്റഗറിയിൽ വരുന്നവർക്കായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരെ തൊഴിൽ സജ്ജരാക്കാൻ, അവർക്ക് എന്താണ് എംപ്ലോയ്മെന്റ് സ്കിൽസ് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് നേടാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ്, സർക്കാർ പദ്ധതിയാണ് ഉന്നതി വിജ്ഞാൻ എന്ന് പറയുന്നത്. അടുത്തത് എത്നിക് വില്ലേജ് എന്ന് പറയുന്ന പ്രോഗ്രാം, എത്നിക് വില്ലേജ് എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. എത്നിക് വില്ലേജ് നമ്മൾ കേട്ടിട്ടുള്ള പേരാണ്. എത്നിക് വില്ലേജ് എന്ന് പറയുന്നത് പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്.
കേരളത്തിന്റെ ഗോത്ര സംസ്കാരത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിന് കേരള വിനോദസഞ്ചാര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എത്നിക് വില്ലേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എത്നിക് വില്ലേജ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ച പദ്ധതിയാണ്. കേരളത്തിന്റെ ഗോത്ര സംസ്കാരത്തെയും പൈതൃകത്തെയും ആഗോളതലത്തിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് കേട്ടോ എത്നിക് വില്ലേജ് എന്ന് പറയുന്നത്. അടുത്തത് ഡിജി കേരളം പദ്ധതി. ഡിജി കേരളം പദ്ധതി നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള പദ്ധതിയാണ്. ഡിജി കേരളം പദ്ധതി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പദ്ധതിയാണ് ഡിജി കേരളം. ഇപ്പോൾ ഡിജി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അല്ലേ, ഡിജിറ്റൽ കേരളം. അപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച ആദ്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പദ്ധതിയാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത വഹിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന ബഹുമതിയിലേക്ക് എത്താനായിട്ട് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഡിജി കേരളം പദ്ധതി. ഡിജി കേരളം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സേവാസ് എന്ന പദ്ധതി. സേവാസ് എന്ന പദ്ധതിയാണ് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേവാസ് എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ്. അത് ഓർത്ത് വെച്ചേക്കുക. സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, സേവാസ് എന്ന് പറയുന്നത് കീവേഡ്. സമഗ്ര ശിക്ഷ കേരളയാണ്. സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായിട്ട് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സേവാസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് സേഫ് റോഡ്. പ്രീവിയസ് ചോദ്യമാണ്, നേരത്തെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. സേഫ് റോഡ് എന്ന് പറയുന്ന പദ്ധതി വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതം ആക്കുക എന്ന ലക്ഷ്യത്തോടെ നഗരങ്ങളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് സേഫ് റോഡ് എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ സേഫ് റോഡ് പേരിൽ തന്നെ ഉണ്ട്, സേഫ് ആയിട്ടുള്ള റോഡ് അല്ലേ, സേഫ് ആയിട്ടുള്ള റോഡ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായിട്ട് അല്ലേ, സ്കൂൾ കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് ഈ സ്കൂളുകൾക്കടുത്തുള്ള റോഡുകൾ അപകടരഹിതമാക്കാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്, സേഫ് റോഡ് എന്ന പദ്ധതി. സേഫ് റോഡ് എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ സ്കൂളുകളുടെ അടുത്തൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ അവിടെ എന്താണ് ഗോ സ്ലോ എന്ന് ബോർഡൊക്കെ ഉണ്ടാവും അല്ലേ, സ്കൂൾ സോണാണെന്ന് പ്രത്യേകം മുന്നറിയിപ്പ് ഉണ്ടാവും, പതുക്കെ പോകണമെന്നൊക്കെ പറയും. അപ്പോൾ അത് കുറച്ചുകൂടെ കാര്യക്ഷമമായിട്ട് കുറച്ചുകൂടെ അപകടരഹിതമാക്കി മാറ്റാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് സേഫ് റോഡ് എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അടുത്തത് സുജലം പദ്ധതി സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അല്ലെ, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പദ്ധതിയാണ് അല്ലേ. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. സുജലം പദ്ധതി പൊതുമേഖലാ സ്ഥാപനമായ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹില്ലി അക്വ കുപ്പിവെള്ളമാണ് റേഷൻ കടകൾ വഴി വിൽപ്പന നടത്തുന്നത് അല്ലേ. നമ്മളിപ്പോൾ മിനറൽ വാട്ടർ, ബോട്ടിൽഡ് വാട്ടറൊക്കെ വാങ്ങുന്നതാണ്, നിശ്ചിതമായിട്ടുള്ള വില കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ കുറഞ്ഞ നിരക്കിൽ റേഷൻ കടകളിലൂടെ ഈ ബോട്ടിൽഡ് വാട്ടർ ലഭ്യമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രിങ്കിങ് വാട്ടർ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. ഏതാണ് വെള്ളം? ഹില്ലി അക്വ എന്ന് പറയുന്ന പേരിലാണ് ആ കുടിവെള്ളം ലഭിക്കുന്നത്. ഇത് പൊതുമേഖലാ സ്ഥാപനമായ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കീഴിൽ ഉൽപ്പാദിപ്പിക്കുന്ന കുടിവെള്ളമാണ്, കുപ്പിവെള്ളമാണ്. കുപ്പിവെള്ളത്തിന്റെ പേര് ഹില്ലി അക്വ കേട്ടോ. റേഷൻ കടകൾ വഴി വിൽപ്പന നടത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ, സുജലം പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, അടുത്തത് ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി ജന്മന ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജന്മന ഹൃദ്രോഗികളായിട്ടുള്ള അല്ലെങ്കിൽ ജന്മന ഹൃദ്രോഗങ്ങൾ ഉള്ള കുട്ടികളുടെ ചികിത്സയ്ക്കായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. ഹൃദ്യം എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതിയാണ്. ട്രൈബൽ പ്ലസ് നോക്കാം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൂടി അധികമായി നൽകുന്ന പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. എന്താണ്? നമ്മുടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി 100 തൊഴിൽ ദിനങ്ങൾ
100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കിയ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ കൂടി അധികമായി നൽകുന്ന പദ്ധതിയാണ് ട്രൈബൽ പ്ലസ് എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. ഇത് നൽകുന്നത് പട്ടികവർഗ കുടുംബങ്ങൾക്കാണ് കേട്ടോ, പട്ടികവർഗ കുടുംബങ്ങൾക്കാണ്. ഓക്കെ, പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്താലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേട്ടോ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിലും പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായത്താലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. രാജ്യത്തിന് മാതൃകയായി ആദ്യമായി ഈ പദ്ധതി രൂപകൽപ്പന ചെയ്ത് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് തന്നെ ഇങ്ങനൊരു പദ്ധതി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. ഓക്കെ, അടുത്തത് ഓപ്പറേഷൻ വിദ്യ. ഓപ്പറേഷൻ വിദ്യ എന്ന് പറയുന്ന പദ്ധതി, ഓപ്പറേഷൻ വിദ്യ. അപ്പോൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതി ആയിരിക്കുമല്ലോ, വിദ്യ എന്ന വാക്കുണ്ട്. ബസ് യാത്രക്കിടയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന മോശമായ പെരുമാറ്റം തടയാൻ എറണാകുളം ജില്ലാ ഭരണകൂടവും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വിദ്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബസ് യാത്രകൾക്കിടയിൽ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന മോശം പെരുമാറ്റങ്ങൾ തടയാനായിട്ട്, അതിക്രമങ്ങൾ തടയാനായിട്ട് എറണാകുളം ജില്ലാ ഭരണകൂടവും മോട്ടോർ വാഹന വകുപ്പും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വിദ്യ. അപ്പോൾ ഓപ്പറേഷൻ വിദ്യ ഓർത്തിരിക്കുമ്പോൾ ബസ് അല്ലേ, ബസ് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ, അതാണ് കീവേഡുകൾ. ബസ് യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ബസ്സാണ് കീവേഡ്. അടുത്തത് ബൈക്ക് എക്സ്പ്രസ്. ബൈക്ക് എക്സ്പ്രസ് എന്ന് പറയുന്ന പദ്ധതി റെയിൽവേ മാതൃകയിൽ ഇരുചക്ര വാഹനങ്ങൾ സംസ്ഥാനത്ത് എവിടെയും എത്തിക്കുന്നതിനായി KSRTC ആരംഭിച്ച പദ്ധതി. ഓക്കെ, അതായത് ബൈക്കുകൾ സംസ്ഥാനത്ത് എവിടെയും KSRTCയിൽ നമുക്ക് എന്താണ് അല്ലെങ്കിൽ പാഴ്സൽ ചെയ്ത് അയക്കാനായിട്ട് പറ്റും. അതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ട്രെയിനിൽ നമുക്ക് എന്താണ് പാഴ്സൽ ചെയ്ത് ബൈക്കുകളൊക്കെ അയക്കാനായിട്ടുള്ള മാർഗ്ഗം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ KSRTC ബസ്സുകളിൽ നമുക്കതുപോലെ ബൈക്ക് പാക്ക് ചെയ്ത് സംസ്ഥാനത്തെ മറ്റൊരു സ്ഥലത്ത് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ പദ്ധതിയാണ് ബൈക്ക് എക്സ്പ്രസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് മിഷൻ 1000 അല്ലെങ്കിൽ മിഷൻ 1000 എന്ന് പറയുന്ന പദ്ധതിയാണ്. എന്താണ് ആ ദൗത്യം എന്ന് നോക്കാം. 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ തിരഞ്ഞെടുത്ത് 4 വർഷം കൊണ്ട് അവ ഓരോന്നിൻ്റെയും ശരാശരി വിറ്റുവരവ് 100 കോടിയിൽ എത്തിക്കുന്നതിനുള്ള സംസ്ഥാന വ്യാവസായിക വാണിജ്യ വകുപ്പിന്റെ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് മിഷൻ 1000 അല്ലെങ്കിൽ മിഷൻ 1000 എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പൊ എന്താണ് 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, MSME ആണല്ലേ, മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസുകൾ. 1000 MSMEകളെ തിരഞ്ഞെടുത്ത് 4 വർഷം കൊണ്ട് അവയുടെ ഓരോന്നിൻ്റെയും ശരാശരി വിറ്റുവരവ് 100 കോടിയിൽ എത്തിക്കുന്നതിനുള്ള സംസ്ഥാന വ്യാവസായിക വാണിജ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മിഷൻ 1000 എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, വ്യാവസായിക വാണിജ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മിഷൻ 1000 എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ. ആ സെന്റൻസിൽ തന്നെയുണ്ട് റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ. എന്താ, ഉപയോഗിച്ച എണ്ണ അല്ലേ, പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും എന്താണ് ഉപയോഗിക്കുക, പാചകം ചെയ്യാൻ വേണ്ടിയല്ല, പഴകിയ എണ്ണ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയല്ല. എന്താണെന്ന് നോക്കാം. പഴകിയ എണ്ണ സംഭരണത്തിലൂടെ ജൈവ ഡീസലും സോപ്പും നിർമ്മിക്കുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കേട്ടോ. സംസ്ഥാനത്തെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ്. പഴകിയ എണ്ണകൾ ഓൾറെഡി ഉപയോഗിച്ച് പഴകിയ എണ്ണ വീണ്ടും ഭക്ഷണം പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് പകരം അത് സംഭരിച്ച് എന്ത് ചെയ്യാം, ജൈവ ഡീസലും സോപ്പും ഒക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ എന്ന് പറയുന്ന പദ്ധതി. RUCO, റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കേട്ടോ. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ആണ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. അടുത്തത് ഏകാരോഗ്യം. ഏകാരോഗ്യം എന്ന പദ്ധതിയാണ്. ഏകാരോഗ്യം മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയുടെ സമഗ്രമായ ആരോഗ്യം ഉറപ്പാക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ഏകാരോഗ്യം എന്ന പദ്ധതി. മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ ഇവ ഉൾപ്പെടുന്ന പരിസ്ഥിതി, ഇവ തമ്മിലുള്ള പരസ്പര ബോധം എന്നിവ തിരിച്ചറിഞ്ഞ് ജീവജാലങ്ങൾക്കെല്ലാം അനുയോജ്യമായ ആരോഗ്യസ്ഥിതി കൈവരിക്കുക എന്നതാണ് ഏകാരോഗ്യം പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ പദ്ധതി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഏകാരോഗ്യം പദ്ധതി എന്ന് പറയുമ്പോൾ മനുഷ്യരും, മൃഗങ്ങളും, സസ്യങ്ങളും, പരിസ്ഥിതി എല്ലാം അതിനകത്ത് കീവേഡുകളായിട്ട് വരുന്നുണ്ട്. അടുത്തത് സ്നേഹധാര എന്ന പദ്ധതിയാണ്. സ്നേഹധാര
12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തി ആയുർവേദ ചികിത്സയിലൂടെ പരിഹരിക്കുന്നതിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹധാര എന്ന പദ്ധതി. അതിൻ്റെ ഉദ്ദേശം ഇതാണ്: 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ വളർച്ചാ വൈകല്യങ്ങൾ തുടക്കത്തിലേ കണ്ടെത്തി ആയുർവേദ ചികിത്സയിലൂടെ ഭേദപ്പെടുത്തി എടുക്കാനായിട്ട് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹധാര എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് കെയർ ഹോം എന്ന പദ്ധതിയാണ്. കെയർ ഹോം എന്ന് പറയുന്ന പദ്ധതിയാണ് സഹകരണ വകുപ്പിന്റെ ഭവന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ കെയർ ഹോം എന്ന് പറയുന്നത് സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് കെയർ ഹോം. ഈ പദ്ധതിക്ക് ഒരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രാജ്യ പുരോഗതിക്കായി വേറിട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കായി സ്വതന്ത്ര സംഘടനയായ സ്കോച്ച് ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം കെയർ ഹോം പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കെയർ ഹോമിന് സ്കോച്ച് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേട്ടോ. സ്കോച്ച് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇത് സഹകരണ വകുപ്പിന്റെ ഭവന പദ്ധതിയാണ്. സഹകരണ വകുപ്പിന്റെ കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹൗസിംഗ് സ്കീമാണ്, ഭവന പദ്ധതിയാണ് കെയർ ഹോം എന്ന് പറയുന്ന പദ്ധതി. നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് സ്ട്രീറ്റ് ടൂറിസം പദ്ധതി. തെരുവുകളിലൂടെയുള്ള ടൂറിസം അല്ലേ. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും അല്ലേ, നമുക്കറിയാൻ പറ്റും. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദ സഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് സ്ട്രീറ്റ് ടൂറിസം പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. സ്ട്രീറ്റ് ടൂറിസം പദ്ധതി കേരള ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ്. പരമ്പരാഗത ജീവിത രീതികൾക്കും ഗ്രാമീണ വിനോദ സഞ്ചാരത്തിനും പ്രാധാന്യം നൽകുന്ന പദ്ധതിയാണ് സ്ട്രീറ്റ് ടൂറിസം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സുന്ദരി ഓട്ടോ എന്ന പദ്ധതി, മറ്റൊരു ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് സുന്ദരി ഓട്ടോ. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഓട്ടോ ഡ്രൈവർമാരെ ബ്രാൻഡ് അംബാസിഡർമാരാക്കിയ സർക്കാർ പദ്ധതിയാണ് സുന്ദരി ഓട്ടോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സുന്ദരി ഓട്ടോ എന്ന പേര് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഓട്ടോ ഡ്രൈവർമാരെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനായിട്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന പദ്ധതിയാണ് സുന്ദരി ഓട്ടോ എന്ന പദ്ധതി. ടൂറിസം വകുപ്പ് ജില്ലാ അടിസ്ഥാനത്തിൽ ഓട്ടോ തൊഴിലാളികളെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകുന്നു. വയനാട്ടിൽ ടുക് ടുക് ടൂർ എന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയിരുന്നു. ടൂറിസ്റ്റുകൾക്കായിട്ട് വയനാട്ടിൽ ടുക് ടുക് ടൂർ എന്ന് പറയുന്ന പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കിയിരുന്നു. അപ്പോൾ ഈ ടുക് ടുക് എന്ന് പറയുന്നത് നമ്മുടെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളൊക്കെ, തായ്ലാൻഡ്, വിയറ്റ്നാം, കംബോഡിയ, ലാവോസ് പോലുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഓട്ടോറിക്ഷ പോലെ ഉപയോഗിക്കുന്ന വാഹനമാണ് ടുക് ടുക് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ ബൈക്കായിരിക്കും, ബാക്കിൽ ആൾക്കാർക്ക് ഇരിക്കാനായിട്ടുള്ള ഇതൊക്കെ കാണും. അപ്പോൾ അതിൻ്റെ പേരാണ് ടുക് ടുക്. അപ്പോൾ അതിന് സമാനമായിട്ടാണ് ഇതിനും ടുക് ടുക് എന്ന പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ വയനാട്ടിൽ ടുക് ടുക് ടൂർ എന്ന പേരിൽ പദ്ധതി നടപ്പാക്കിയിരുന്നു കേട്ടോ. അടുത്തത് ഒപ്പം എന്ന് പറയുന്ന പദ്ധതിയാണ്. ഒപ്പം റേഷൻ കടകളിൽ എത്താൻ കഴിയാത്തവർക്ക് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടെ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ ഓട്ടോ തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പദ്ധതിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ നേരത്തെ സുന്ദരി ഓട്ടോ പഠിച്ചു, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണ്. ഇപ്പോൾ ഒപ്പം എന്ന് പറയുന്ന പദ്ധതിയിലും ഓട്ടോ തൊഴിലാളികൾ വരുന്നുണ്ട്. റേഷൻ കടകളിൽ എത്താൻ കഴിയാത്തവർക്ക്, റേഷൻ കടകളിൽ വന്ന് സാധനം വാങ്ങാൻ കഴിയാത്തവർക്ക് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായത്തോടു കൂടി സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് കേട്ടോ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ കടകളിലെ റേഷൻ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കാനായിട്ട് ഓട്ടോ തൊഴിലാളികളുടെ സഹായത്തോടു കൂടി റേഷൻ കടകളിൽ എത്താൻ കഴിയാത്തവർക്ക് വീടുകളിൽ എത്തിക്കാനായിട്ടുള്ള പദ്ധതിയാണ് ഒപ്പം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് കാറ്റാടി എന്ന പദ്ധതിയാണ്. കാറ്റാടി കേരള ആക്സലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് എന്നാണ് കാറ്റാടിയുടെ ഫുൾ ഫോം. KATADI. കേരള ആക്സലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് എന്നാണ് ഫുൾ ഫോം. നമുക്ക് നോക്കാം എന്താണെന്ന്. പട്ടികവർഗ വിഭാഗങ്ങളിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താൻ സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കാറ്റാടി. എന്താണ്? പട്ടികവർഗ വിഭാഗത്തിലെ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ട്, അല്ലെ, ST കാറ്റഗറിയിൽ വരുന്ന ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്താനായിട്ട് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കാറ്റാടി എന്ന പദ്ധതി. സൗജന്യമായി വീൽ ചെയറും
ഹിയറിംഗ് എയ്ഡുകളും അടക്കം ആധുനിക സഹായക ഉപകരണങ്ങൾ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അല്ലേ? ഭിന്നശേഷി ഉള്ളവരാണ്, അപ്പോൾ അവരുടെ എന്താണോ അവരുടെ ശേഷിക്ക് അനുസരിച്ചുള്ള വൈകല്യത്തിനനുസരിച്ചുള്ള ഉപകരണങ്ങൾ, ആധുനികമായ സഹായക ഉപകരണങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതിയാണ് കേട്ടോ. വീൽ ചെയറും ഹിയറിംഗ് എയ്ഡ് പോലുള്ള സഹായക ഉപകരണങ്ങൾ അവർക്ക് സൗജന്യമായിട്ട് നൽകുന്ന പദ്ധതിയാണ് കാറ്റാടി എന്ന പദ്ധതി. KATADI ആണ് കേരള ആക്സലറേറ്റഡ് ട്രൈബൽ എബിലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂഷൻ ഇനിഷ്യേറ്റീവ് എന്നാണ് കാറ്റാടിയുടെ ഫുൾ ഫോം. അടുത്തത് E-Cube ഇംഗ്ലീഷ്. E-Cube ഇംഗ്ലീഷ്, E-3 അതാണ് ഉദ്ദേശിക്കുന്നത്. E-Cube ഇംഗ്ലീഷ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ നിലവിൽ വന്ന ഹൈടെക് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തി കൈറ്റ് നടപ്പിലാക്കിയ പദ്ധതിയാണ് കേട്ടോ. കൈറ്റ് നടപ്പിലാക്കിയ പദ്ധതിയാണിത്. കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്താനാണ് പദ്ധതി തയ്യാറാക്കിയത്. ഇതിനായി സമഗ്ര ലൈബ്രറി, ലാംഗ്വേജ്, ബ്രോഡ്കാസ്റ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്നു. നമുക്കറിയാം ഇവിടെ ക്യൂബ് ആണല്ലേ, E⁻3 3 ഈകളുണ്ട്. അപ്പോൾ ലൈബ്രറി, ലാംഗ്വേജ്, ബ്രോഡ്കാസ്റ്റ്, അതാണ് ക്യൂബ് എന്ന് ഉദ്ദേശിക്കുന്നത്. 3 ഈകൾ, ലൈബ്രറി, ലാംഗ്വേജ്, ബ്രോഡ്കാസ്റ്റ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷ മെച്ചപ്പെടുത്താനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് E-Cube ഇംഗ്ലീഷ് കേട്ടോ. ഇത് കൈറ്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അടുത്തത് വർണ്ണക്കൂടാരം എന്ന് പറയുന്ന പദ്ധതി. പ്രീ പ്രൈമറി രംഗത്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം എന്ന് പറയുന്നത് കേട്ടോ. അതായത് പ്രീ പ്രൈമറി തലത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്ന വർണ്ണക്കൂടാരം എന്ന് പറയുന്നത്. നഴ്സറി തലത്തിൽ തന്നെ, പ്രീ പ്രൈമറി തലത്തിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള പഠന സൗകര്യം ഒരുക്കാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് വർണ്ണക്കൂടാരം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതിയാണ്. അടുത്തത് മുറ്റം എന്ന് പറയുന്ന പദ്ധതി. 15 വയസ്സിന് മുകളിലുള്ളവരെ ഡിജിറ്റൽ സാക്ഷരരാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് മുറ്റം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പോൾ 15 വയസ്സിന് മുകളിലുള്ളവരെ അവരുടെ ഡിജിറ്റൽ സാക്ഷരത വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഉറപ്പിക്കാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് മുറ്റം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. നമുക്കറിയാം ഇപ്പോൾ ചെറുപ്പക്കാരൊക്കെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ 15 വയസ്സിന് മുകളിലുള്ള കോളേജിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ പോലും ഈ കമ്പ്യൂട്ടറും മൊബൈലൊന്നും അധികം ഉപയോഗിക്കാൻ അവസരം കിട്ടാത്തവരൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അവരൊക്കെ ഈ ഡിജിറ്റലി കുറച്ച് പുറകിലായിരിക്കും, ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുന്നതിലൊക്കെ കുറച്ച് പുറകിലായിരിക്കും. അപ്പോൾ ഡിജിറ്റൽ സാക്ഷരത, മിനിമം സാക്ഷരത ഉറപ്പുവരുത്താനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് മുറ്റം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അടുത്തത് ചങ്ങാതി എന്ന് പറയുന്ന സ്കീം നമുക്ക് നോക്കാം. കേരളത്തിലെത്തിയ അതിഥി തൊഴിലാളികളെ സംസ്ഥാന സാക്ഷരതാ മിഷൻ വഴി മലയാള ഭാഷയും സംസ്കാരവും പഠിപ്പിക്കുന്ന പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പോൾ സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി. കേരളത്തിലെത്തിയ അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയും നമ്മുടെ സംസ്കാരവും പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി എന്ന പദ്ധതി കേട്ടോ. അവരെ മലയാളം പഠിപ്പിക്കാനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ചങ്ങാതി എന്ന് പറയുന്ന പദ്ധതി. ഹമാരി മലയാളം എന്ന പാഠാവലിയെ അടിസ്ഥാനമാക്കി ഭാഷ, സംസ്കാരം, ആരോഗ്യം, ശുചിത്വം എന്നിവയിൽ സാക്ഷരരാക്കുകയാണ് ലക്ഷ്യം കേട്ടോ. അപ്പോൾ ഹമാരി മലയാളം എന്ന് പറയുന്ന കീവേഡ് ഓർത്തിരിക്കുക. അപ്പോൾ ഹമാരി മലയാളം എന്ന പാഠാവലിയെ അടിസ്ഥാനമാക്കി ഭാഷ, സംസ്കാരം, ആരോഗ്യം, ശുചിത്വം എന്നിവയിൽ സാക്ഷരരാക്കുകയാണ് ലക്ഷ്യം. ഓക്കെ, അപ്പോൾ ചങ്ങാതി എന്ന് പറയുന്ന സ്കീം സാക്ഷരതാ മിഷന്റെ സ്കീമാണ്. അടുത്തത് നവകിരണം എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. നവകിരണം ഒറ്റപ്പെട്ട വനമേഖലകളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറാൻ സഹായിക്കുന്ന പദ്ധതിയാണ് നവകിരണം എന്ന പദ്ധതി കേട്ടോ. 2019 റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് വന്ന പദ്ധതിയാണ് നവകിരണം എന്ന പദ്ധതി. 2023 ഈ പേര് നൽകുന്നത്, നവകിരണം എന്ന പേര് നൽകുന്നത്. അപ്പോൾ അത് ഒറ്റപ്പെട്ട വനമേഖലകളിൽ താമസിക്കുന്ന ആദിവാസി ഇതര കുടുംബങ്ങളെ മറ്റ് പ്രദേശങ്ങളിലേക്ക് മാറി താമസിക്കാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ സഹായം നൽകുന്ന പദ്ധതിയാണ് നവകിരണം എന്ന പദ്ധതി കേട്ടോ. നിർബന്ധിതമായിട്ട് മാറ്റുന്നതല്ല കേട്ടോ, നിർബന്ധമായിട്ട് മാറ്റി പാർപ്പിക്കുന്നതല്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാറി താമസിക്കാനായിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന പദ്ധതിയാണ് നവകിരണം. റവന്യൂ ഇ സാക്ഷരത
വീട്ടിൽ ഒരാളെയെങ്കിലും റവന്യൂ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് റവന്യൂ ഇ സാക്ഷരത എന്ന പദ്ധതി കേട്ടോ. വീട്ടിൽ ഒരാൾക്കെങ്കിലും എന്താണ് ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ടായിരിക്കണം അല്ലേ, സാമ്പത്തിക പരിജ്ഞാനം ഉണ്ടായിരിക്കണം, എങ്ങനെയാണ് സമ്പാദിക്കേണ്ടത്, സേവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ വീട്ടിൽ ഒരാളെയെങ്കിലും റവന്യൂ സാക്ഷരരാക്കുക എന്ന ലക്ഷ്യത്തോട് നടപ്പാക്കുന്ന പദ്ധതിയാണ് റവന്യൂ ഇ സാക്ഷരത എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് ആശ്വാസ വീട് എന്ന പദ്ധതി. ആശ്വാസ വീട് എന്ന പദ്ധതി നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആശ്വാസ വീട് എന്ന പദ്ധതി മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് കൂട്ടിരിപ്പുകാർക്കായി നടപ്പാക്കിയ പദ്ധതിയാണ്. അപ്പോൾ മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് ആരംഭിച്ച എന്താണ് സെൻറ്ററുകളാണ് ആശ്വാസ വീട് എന്ന് പറയുന്നത്. അത് ആർക്ക് വേണ്ടിയാണ്? കൂട്ടിരിപ്പുകാർക്കായാണ് കേട്ടോ. അപ്പോൾ ആശ്വാസ വീട് എന്ന പദ്ധതി ഓർക്കുമ്പോൾ കൂട്ടിരിപ്പുകാർ, മെഡിക്കൽ കോളേജുകളോട് ചേർന്ന് ആരംഭിക്കുന്ന സെൻറ്ററുകളാണ് ആശ്വാസ വീടെന്ന് പറയുന്നത്. കൂട്ടിരിപ്പുകാർക്ക് വേണ്ടിയാണ്, രോഗികളുടെ കൂടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ആശ്വാസ വീട് എന്ന പദ്ധതി കേട്ടോ. അടുത്തത് സമത സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി. സമത സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി അല്ലെ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതകൾക്കായി KSFE ആരംഭിച്ച സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതിയാണ് കേട്ടോ. KSFE ആരംഭിച്ച പദ്ധതിയാണ്, അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതകൾക്കായിട്ട് ആരംഭിച്ച പദ്ധതിയാണ്. ആരാണ് ആരംഭിച്ചത്? KSFE ആരംഭിച്ച സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതിയാണ് സമത സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. സമത സ്വർണ്ണപ്പണയ വായ്പാ പദ്ധതി. അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് പറയുന്നത് മാർച്ച് 8 ആണ്. അടുത്തത് സുരക്ഷിത് എന്ന് പറയുന്ന പദ്ധതി. സുരക്ഷിത് എന്ന് പറയുന്ന പദ്ധതി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മെൻസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പാക്കിയ പദ്ധതിയാണ് സുരക്ഷിത് എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ മെൻസ്ട്രൽ കപ്പ് പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഫീഡ്സ് ലിമിറ്റഡ് നടപ്പാക്കിയ പദ്ധതിയാണ് സുരക്ഷിത് എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് ഊരുമിത്രം. ഊരുമിത്രം എന്ന് പറയുന്ന പദ്ധതി. ഊരുമിത്രം എന്ന് പറയുന്ന പദ്ധതിയാണ് പട്ടികവർഗ കോളനികളിൽ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി എല്ലാ കോളനികളിലും ഒരു ആരോഗ്യ പ്രവർത്തകയെ തിരഞ്ഞെടുത്ത് നിയോഗിക്കുന്ന പദ്ധതിയാണ് ഊരുമിത്രം എന്ന പദ്ധതി കേട്ടോ. പട്ടികവർഗ കോളനികളിൽ ആരോഗ്യ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി എല്ലാ കോളനികളിലും ഒരു ആരോഗ്യ പ്രവർത്തകയെ തിരഞ്ഞെടുത്ത് നിയമിക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ഊരുമിത്രം എന്ന് പറയുന്നത് കേട്ടോ. പട്ടികവർഗ കോളനികളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്, ഊരുമിത്രം. അടുത്തത് അംഗൻ ജ്യോതി എന്ന് പറയുന്ന പദ്ധതിയാണ്. അംഗൻ ജ്യോതി എന്ന് പറയുന്ന പദ്ധതി കേരളത്തിലെ അങ്കണവാടികളെ ഊർജ്ജ സ്വയം പര്യാപ്തമാക്കുന്ന പദ്ധതിയാണ് അംഗൻ ജ്യോതി എന്ന പദ്ധതി കേട്ടോ. അങ്കണവാടികളാണ് അംഗൻ ജ്യോതി. കേരളത്തിലെ അങ്കണവാടികളെ ഊർജ സ്വയം പര്യാപ്തമാക്കുന്ന പദ്ധതിയാണ് അംഗൻ ജ്യോതി എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് സൗരജ്യോതി എന്ന് പറയുന്ന പദ്ധതി വീടുകളിൽ സൗരോർജ്ജം ഉപയോഗിച്ചുള്ള വൈദ്യുതി നിലയങ്ങൾ ആരംഭിക്കുന്നതിന് പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ, എംപ്ലോയീസ് സഹകരണ സംഘങ്ങൾ വഴി 3 ലക്ഷം വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് സൗരജ്യോതി പദ്ധതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള കറണ്ട് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സോളാർ പാനലുകൾ സ്ഥാപിക്കാനായിട്ട് വായ്പ കൊടുക്കുന്ന പദ്ധതിയാണ്. 3 ലക്ഷം വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് സൗരജ്യോതി എന്ന പദ്ധതി കേട്ടോ. സൗരജ്യോതി എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് സംവാദ എന്ന പദ്ധതിയാണ് അടുത്ത പഠിക്കാനായിട്ടുള്ളത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതികൾ സന്ദർശിക്കാനും കോടതി നടപടികൾ നേരിട്ട് മനസ്സിലാക്കാനും ന്യായാധിപന്മാരോട് നേരിട്ട് സംവദിക്കാനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സംസ്ഥാന ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കിയ പദ്ധതിയാണ് സംവാദ എന്ന പദ്ധതി കേട്ടോ. എന്താണ്? സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതികൾ സന്ദർശിക്കാനും കോടതികളെ നടപടികളൊക്കെ നേരിട്ട് കാണാനും ന്യായാധിപനോട് നേരിട്ട് സംസാരിക്കാനും സംവദിക്കാനും അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ലീഗൽ സർവീസസ് അതോറിറ്റി നടപ്പാക്കിയ പദ്ധതിയാണ് സംവാദ എന്ന പദ്ധതി കേട്ടോ. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പദ്ധതിയാണ് സംവാദ. അതിൻ്റെ ഉള്ളടക്കം എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് ബാലകേരളം എന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ ബാലകേരളം എന്ന പദ്ധതി എന്താണ്? കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം എന്ന പദ്ധതി. അടുത്തത്
ഹരിതരശ്മി എന്ന പദ്ധതി നോക്കാം. പട്ടികവർഗക്കാരിൽ കൃഷി പ്രോത്സാഹനത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹരിതരശ്മി എന്ന പദ്ധതി കേട്ടോ. പട്ടികവർഗക്കാർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. പട്ടികവർഗക്കാരിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി അല്ലെങ്കിൽ കൃഷി പ്രോത്സാഹനത്തിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഹരിതരശ്മി എന്ന പദ്ധതി. അടുത്തത് നാട്ടുമാമ്പാത എന്ന പദ്ധതി. നാട്ടുമാവുകൾ വെച്ച് പിടിപ്പിക്കുന്നതിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാമ്പാത കേട്ടോ. മാവുകൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാമ്പാത എന്ന പദ്ധതി കേൾക്കുമ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന് ഓർമ്മ വരണം. നാട്ടുമാവുകൾ വെച്ച് പിടിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാമ്പാത എന്ന പദ്ധതി. അടുത്തത് ഷീ സ്റ്റാർട്ട്സ് എന്ന് പറയുന്ന പദ്ധതി. ഷീ ആണല്ലോ, അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോക്കാം. വ്യവസായ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് ആരംഭിക്കുന്ന കുടുംബശ്രീ ഓക്സിലറി യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സംരംഭക പദ്ധതിയാണ് കേട്ടോ. കുടുംബശ്രീ ഓക്സിലറി യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള സംരംഭക പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഷീ സ്റ്റാർട്ട്സ് എന്ന് പറയുന്നത്. വ്യവസായ വകുപ്പും കുടുംബശ്രീയും ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയാണ് ഷീ സ്റ്റാർട്ട്സ് എന്ന പദ്ധതി. അടുത്തത് ക്ഷീരസാന്ത്വനം എന്ന് പറയുന്ന പദ്ധതിയാണ്. കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡ് നടപ്പിലാക്കുന്ന ക്ഷീര കർഷകർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ക്ഷീര കർഷകർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം കേട്ടോ. കേരള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡാണ് നടപ്പിലാക്കുന്നത്. കേരള ഡയറി ഫാർമേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിന്റെ കീഴിൽ വരുന്ന പദ്ധതിയാണ് ക്ഷീരസാന്ത്വനം പദ്ധതി. ക്ഷീര കർഷകർക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. ഓക്കെ, അടുത്തത് നേർവഴി എന്ന പദ്ധതി ആണ്. നേർവഴി എന്ന പദ്ധതി നമ്മൾ നേരത്തെ ഒരു തവണ കണ്ട ഒരു പദ്ധതിയാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന നേർവഴി എന്ന പദ്ധതി നമുക്ക് കണ്ടു. ഈ കുറ്റം ചെയ്യുന്ന പ്രൊബേഷണർമാർക്കായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് നേർവഴി എന്ന പദ്ധതി. അപ്പോൾ നേർവഴി എന്ന പേരിൽ മറ്റൊരു പദ്ധതി കൂടിയുണ്ട്, നമുക്ക് നോക്കാം. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ എക്സൈസ് വകുപ്പിന്റെ ഒരു പദ്ധതിയുടെ പേരും നേർവഴി തന്നെയാണ്. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ്, എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി എന്ന പദ്ധതി കേട്ടോ. ലഹരി വിമോചന പദ്ധതിയായ വിമുക്തിയുടെ ഭാഗമായാണ്. അപ്പോൾ വിമുക്തി എന്ന മറ്റൊരു പദ്ധതിയും കൂടെ നമ്മളിവിടെ പഠിക്കുകയാണ്. ലഹരി വിമോചന പദ്ധതിയായ വിമുക്തിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് കേട്ടോ, നേർവഴി എന്ന പ്രോഗ്രാം നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നേർവഴി എന്ന് കേൾക്കുമ്പോൾ ആ നേർവഴി വിമുക്തി എന്ന് പറയുന്ന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് അല്ലെങ്കിൽ പ്രോഗ്രാമാണ് നേർവഴി എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ വരുന്ന പദ്ധതിയായിട്ട് തന്നെ നേർവഴി നമ്മൾ പഠിച്ചതാണ്. അത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന പ്രൊബേഷണർമാർക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കുക, വ്യത്യാസം മനസ്സിലാക്കി വെച്ചേക്കുക. അത് സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ്. ഇത് വിമുക്തി എന്ന് പറയുന്ന എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തുന്ന പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ക്യാമ്പയിനാണ് നേർവഴി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് നേർവഴി എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് ഹെലി ടൂറിസം എന്ന പദ്ധതി നോക്കാം. സംസ്ഥാനത്തെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളെ ഹെലികോപ്റ്റർ മാർഗം ബന്ധിപ്പിക്കുന്നതിന് ടൂറിസം വകുപ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കേട്ടോ. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളെ ഹെലികോപ്റ്റർ മൂലം ഹെലികോപ്റ്ററുകളിലൂടെ ബന്ധിപ്പിക്കുന്നതിന് ായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ഹെലി ടൂറിസം എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ സംസ്ഥാനത്ത്. ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസം കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഹെലികോപ്റ്ററിൽ എത്തിപ്പെടാൻ സാധിച്ചു കഴിഞ്ഞാൽ ടൂറിസ്റ്റുകൾക്ക് എളുപ്പമായിരിക്കും, പെട്ടെന്ന് പല സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും അല്ലേ. അപ്പോൾ അതാണ് ഹെലി ടൂറിസം എന്ന് പറയുന്ന പദ്ധതി. കേരളത്തിൻ്റെ ടൂറിസം മേഖലയെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം അല്ലേ. അതൊരു വലിയൊരു ചുവടുവെപ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, അടുത്തത് നവശക്തി എന്ന് പറയുന്ന പദ്ധതി നോക്കാം. ചുമട്ടു തൊഴിലാളികൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള ത്രിതല പരിശീലനം, പ്രത്യേക യൂണിഫോം, നൂതന സുരക്ഷാ ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകി ചുമട്ടു തൊഴിൽ മേഖലയെ ജനസൗഹാർദ്ദപരമായി പരിഷ്കരിക്കുവാൻ കേരള ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് നടപ്പിലാക്കിയ പദ്ധതിയാണ്
നവശക്തി എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക, കേരള ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിൻ്റെ പദ്ധതിയാണ് നവശക്തി എന്ന് പറയുന്ന പദ്ധതി. അതെന്തിനാണ് കൊണ്ടുവരുന്നത്? ചുമട്ട് തൊഴിലാളികൾക്ക് സോഫ്റ്റ് സ്കിൽ ഉൾപ്പെടെയുള്ള ട്രെയിനിങ്ങുകൾ നൽകുക, പ്രത്യേക യൂണിഫോം നൽകുക, നൂതന സുരക്ഷാ ഉപകരണങ്ങളൊക്കെ അവർക്ക് നൽകി അവരുടെ ആ മേഖലയെ പരിഷ്കരിക്കാനായിട്ട്, ചുമട്ട് തൊഴിലാളികളുടെ മേഖലയെ പരിഷ്കരിക്കാനായിട്ട് കൊണ്ടുവന്ന പദ്ധതിയാണ് നവശക്തി എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അടുത്തത് നെറ്റ് സീറോ എമിഷൻ. നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്ന ആ സ്കീം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറംതള്ളലും ആഗിരണവും തുലനാവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ എന്ന പദ്ധതി കേട്ടോ. ഹരിത കേരള മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടത്തുന്ന പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഗ്യാസുകളായ ഹരിതഗൃഹ വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രോഫ്ലൂറോ കാർബൺ എന്നിവയുടെ പുറംതള്ളലും ആഗിരണവും അത് ബാലൻസ് ചെയ്യിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് നെറ്റ് സീറോ എമിഷൻ എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് കെ ഫോൺ. വാർത്തകളിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ട ഒരു പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതി അല്ലേ. കെ ഫോൺ അല്ലേ. കെ ഫോൺ സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗം ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതി അല്ലേ. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നാണ് കെ ഫോണിൻ്റെ ഫുൾ ഫോം. കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നാണ് കെ ഫോണിൻ്റെ ഫുൾ ഫോം. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്ന പദ്ധതി. കെ ഫോൺ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് 2023 ജൂൺ 5-നാണ്. കഴിഞ്ഞ വർഷം ജൂൺ 5-നാണ് കെ ഫോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അടുത്തത് പൗരധ്വനി എന്ന പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സാമൂഹ്യ വിദ്യാഭ്യാസ പരിപാടിയാണ് പൗരധ്വനി എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കിയ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് പൗരധ്വനി എന്ന പദ്ധതി. സാമൂഹ്യ വിദ്യാഭ്യാസ പരിപാടിയാണ് കേട്ടോ. അത് പൗരധ്വനി എന്ന് പറയുന്നത് സാമൂഹ്യ വിദ്യാഭ്യാസ പരിപാടിയാണ് കേട്ടോ. പൗരാവകാശങ്ങളെ പറ്റിയൊക്കെ അവയർനെസ്, ബോധവൽക്കരണം നൽകുന്ന പരിപാടിയാണ് പൗരധ്വനി എന്ന പരിപാടി. അടുത്തത് ദേവാങ്കണം ചാരുരഹിതം എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. ക്ഷേത്രാങ്കണങ്ങളും കാവും കുളങ്ങളും സംരക്ഷിച്ച് ഹരിതാപമാക്കുന്നതിന് ദേവസ്വം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ ദേവസ്വം വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ദേവാങ്കണം ചാരുരഹിതം എന്ന് പറയുന്ന പദ്ധതി. ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ദേവസ്വം ഡിപ്പാർട്ട്മെന്റിന്റെ പദ്ധതിയാണ് ദേവാങ്കണം ചാരുരഹിതം എന്ന് പറയുന്ന പദ്ധതി. ക്ഷേത്രാങ്കണങ്ങളും കാവും കുളങ്ങളും എല്ലാം സംരക്ഷിച്ച് വൃത്തിയാക്കി ഹരിതാപമാക്കാനായിട്ടുള്ള പദ്ധതിയാണ് ചാരുരഹിതം അല്ലെങ്കിൽ ദേവാങ്കണം ചാരുരഹിതം എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് നാട്ടുമാവും തണലും എന്ന് പറയുന്ന പദ്ധതി. അന്യം നിന്ന് പോകുന്ന നാട്ടുമാവുകളും സംരക്ഷിക്കാൻ സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാവും തണലും കേട്ടോ. അപ്പോൾ മാവുകളെ സംരക്ഷിക്കാനായിട്ട് വനം വന്യജീവി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാവും തണലും എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് റിവൈവ് എന്ന് പറയുന്ന പദ്ധതി നോക്കാം. തകരാറുകൾ മൂലം ഉപേക്ഷിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ശേഖരിച്ച് റിപ്പയർ ചെയ്ത് അർഹരായവർക്ക് നൽകുന്നതിനുള്ള എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയാണ് കേട്ടോ. അതായത് ഈ തകരാറുകൾ മൂലം ഉപേക്ഷിച്ച എന്തെങ്കിലും ഡാമേജ്, ചെറിയ റിപ്പയർ ഒക്കെ ആയിട്ട് ഉപേക്ഷിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ശേഖരിച്ച് അതിനെ ശരിയാക്കിയിട്ട് അർഹരായവർക്ക്, നിർധനരായവർക്കെല്ലാം കൊടുക്കുന്ന, സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊടുക്കുന്ന പദ്ധതിയാണ് റിവൈവ് എന്ന് പറയുന്ന പദ്ധതി. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ അത് വീണ്ടും അത് ശരിയാക്കി ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റുകളാണല്ലേ, അത് ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഇലക്ട്രോണിക് വേസ്റ്റുകളായിട്ട് മാറും. അത് നമ്മുടെ പരിസ്ഥിതിക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിന് പകരം അത് വാങ്ങാൻ ശേഷിയില്ലാത്ത അർഹരായവർക്ക്, നിർധനരായവർക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി കൊടുക്കുക. അതാണ് പദ്ധതിയുടെ ലക്ഷ്യം, റിവൈവ് എന്ന് പറയുന്നത്. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതിയാണ് റിവൈവ്. അടുത്തത് ലക്കി
ലക്കി ബിൽ എന്ന് പറയുന്ന പദ്ധതിയാണ്. ലക്കി ബിൽ എന്ന് പറയുന്ന പദ്ധതി നികുതി തട്ടിപ്പ് തടയുന്നതിന്റെ ഭാഗമായി സംസ്ഥാന GST വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ലക്കി ബിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കേട്ടോ. അപ്പോൾ ലക്കി ബിൽ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ആരാണ് പുറത്തിറക്കിയത്? GST വകുപ്പാണ്. സംസ്ഥാന GST വകുപ്പാണ് പുറത്തിറക്കിയത്. നികുതി വെട്ടിപ്പ് തടയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് പുറത്തിറക്കിയത് കേട്ടോ. സംസ്ഥാന GST വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ് എന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ ലക്കി ബിൽ ആണ് ആപ്ലിക്കേഷന്റെ പേര്. ലക്കി ബില്ലാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ഓട്ടോ സ്ക്രൂട്ട്നി എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. ജാമ്യാപേക്ഷകളിൽ അപാകതകൾ ഉണ്ടോ എന്നതിന്റെ പരിശോധന മെഷീൻ ലേണിംഗിലൂടെ ആക്കുന്ന സംവിധാനം. ഓട്ടോ സ്ക്രൂട്ടിനി എന്ന് പറയുന്ന ജാമ്യാപേക്ഷകളിൽ അപാകതകൾ ഉണ്ടോ എന്നതിന്റെ പരിശോധന മെഷീൻ ലേണിംഗിലൂടെ AI സംവിധാനങ്ങളിലൂടെ അത് നടപ്പിലാക്കുക, ഓട്ടോമാറ്റിക്കായിട്ട് അത് പരിശോധന നടത്തുക എന്ന ഒരു സംവിധാനമാണ് ഓട്ടോ സ്ക്രൂട്ടിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓട്ടോ സ്ക്രൂട്ടിനി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് തൊഴിൽ തീരം എന്ന് പറയുന്ന പദ്ധതി നോക്കാം. തീരമേഖലയിലെ യുവാക്കൾക്ക് വൈജ്ഞാനിക തൊഴിൽ മേഖലയിൽ തൊഴിൽ ലഭ്യമാക്കുവാനായി ഫിഷറീസ് വകുപ്പും നോളജ് ഇക്കോണമി മിഷനും സംയുക്തമായി ആവിഷ്കരിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ തീരമേഖലയിലെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുവാനായിട്ട് ഫിഷറീസ് വകുപ്പും നോളജ് ഇക്കോണമി മിഷനും ചേർന്ന് ആവിഷ്കരിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. തൊഴിൽ തീരം എന്ന് പറഞ്ഞാൽ തീരമേഖല, തൊഴിൽ അല്ലേ. അപ്പോൾ തീരമേഖലയിൽ ഉള്ള യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ്. അടുത്തത് ഓപ്പറേഷൻ ജലധാര എന്ന പദ്ധതി നഗരപ്രദേശത്തെ മാലിന്യവാഹിനികളായ തോടുകളിൽ നിന്നും മാലിന്യം നീക്കുന്നതിന് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര അല്ലേ. ഈ ഇടയ്ക്ക് നടന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഓപ്പറേഷൻ ജലധാര എന്ന പദ്ധതി എന്തിനാണ്? നഗരപ്രദേശത്തെ മാലിന്യവാഹിനികളായ തോടുകളിൽ നിന്നും മാലിന്യം നീക്കുന്നതിന് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം രൂപം നൽകിയ പദ്ധതിയാണ്. തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം കൊണ്ടുവന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ ജലധാര. തോടുകളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ്. അടുത്തത് പ്രോജക്റ്റ് എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. കൗമാരക്കാർക്ക് സമഗ്ര ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ്. കൗമാരക്കാർക്ക് സമഗ്ര ലൈംഗിക സെക്സ് എഡ്യൂക്കേഷൻ നൽകുന്നതിനായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് എക്സ് കേട്ടോ. അടുത്തത് ബീഡ്സ് എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. ഭിന്നശേഷി കുട്ടികളുടെ ജീവിത നൈപുണ്യ വികസനത്തിനും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള അതിജീവനത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തിനായി നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതി. എന്താ പറയുന്നത്? അപ്പോൾ ബീഡ്സ് എന്ന് പറയുന്നത് നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ്. കീവേഡ് ഓർത്ത് വെച്ചേക്കുക, നീന്തൽ പരിശീലിപ്പിക്കുന്ന, സ്വിമ്മിങ് പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ബീഡ്സ് എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് വർക്കേഷൻ എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. വർക്കേഷൻ എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യയിലെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവരെ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആകർഷിക്കാൻ KTDC ആരംഭിച്ച പദ്ധതിയാണ് വർക്കേഷൻ എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KTDC ആരംഭിച്ച പദ്ധതിയാണ്. ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വർക്കേഷൻ എന്ന് പറയുന്ന പദ്ധതി. വർക്കേഷൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണല്ലേ. വർക്കേഷൻ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നുണ്ട്. കോവിഡ് വന്ന സമയത്ത് ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്ന കൾച്ചർ വന്നു. വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് IT മേഖലയിലൊക്കെ ഉള്ളവർക്ക് ലാപ്ടോപ്പ് വെച്ച് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ കോവിഡിനൊക്കെ ശേഷം അത് പല കമ്പനികളും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം മാറ്റിയിട്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവരും പല IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പോയിട്ട് അവിടെ താമസിച്ച് വർക്ക് ചെയ്യുന്നൊരു സംസ്കാരം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെ, ജോലി ചെയ്യുന്നവരെ കേരളത്തിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് KTDC ആരംഭിച്ച പദ്ധതിയാണ് വർക്കേഷൻ എന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിൻ. ഓക്കെ, അടുത്തത് സ്കൂൾ വിക്കി. വിക്കിപീഡിയ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്കൂൾ വിക്കി, കേരളത്തിൻ്റെ സ്കൂൾ വിക്കി എന്താണെന്ന് നോക്കാം. യുനെസ്കോയുടെ 2023 ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് റിപ്പോർട്ടിൽ അന്താരാഷ്ട്ര മാതൃകയെ അവതരിപ്പിച്ച കൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പോർട്ടലാണ് കേട്ടോ. നമുക്കറിയാം വിക്കിപീഡിയ പോലുള്ള സ്കൂളുകൾ, നമ്മുടെ കേരളത്തിലുള്ള പബ്ലിക് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ ആ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിച്ച പോർട്ടലാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്ന പോർട്ടൽ. കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളുടെയും സഹകരണത്തോടെ സൃഷ്ടിക്കുന്ന ഒരു വിദ്യാലയ
വിജ്ഞാന കോശമാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത് കേട്ടോ. ഒരു വിദ്യാലയ സ്കൂൾ എൻസൈക്ലോപീഡിയയാണ് സ്കൂൾ വിക്കി എന്ന് പറയുന്നത്. അടുത്തത് പോഷക സമൃദ്ധി മിഷൻ. പോഷക സമൃദ്ധി മിഷൻ എന്താണെന്ന് നോക്കാം. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പച്ചക്കറിക്കും ചെറുധാന്യങ്ങൾക്കും മുൻഗണന നൽകി സ്വയം പര്യാപ്ത ആരോഗ്യ ഭക്ഷണം ഉറപ്പാക്കാൻ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ മിഷനാണ് പോഷക സമൃദ്ധി മിഷൻ കേട്ടോ. പോഷക സമൃദ്ധി മിഷൻ ആരാണ് നടപ്പിലാക്കുന്നത്? കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ മിഷനാണ് പോഷക സമൃദ്ധി മിഷൻ. ജീവിതശൈലി രോഗങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പച്ചക്കറിക്കും ചെറുധാന്യങ്ങൾക്കും മുൻഗണന നൽകി അല്ലേ, നമ്മുടെ ഭക്ഷണ ഡയറ്റിൽ പച്ചക്കറികളും ചെറുധാന്യങ്ങളൊക്കെ കൂടുതൽ ആഡ് ചെയ്യുക, അതിന് മുൻഗണന നൽകി സ്വയം പര്യാപ്ത ആരോഗ്യ ഭക്ഷണം ഉറപ്പാക്കാൻ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ മിഷനാണ് പോഷക സമൃദ്ധി മിഷൻ. അടുത്തത് കളക്ടേഴ്സ് സൂപ്പർ 100. കളക്ടേഴ്സ് സൂപ്പർ 100 എന്താണെന്ന് നോക്കാം. കളക്ടേഴ്സ് സൂപ്പർ 100 ആദിവാസി തീരദേശ മേഖലകളിലെ സ്കൂളുകളിലെ ക്ലാസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 100 പെൺകുട്ടികളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് പ്രോജക്റ്റ് എറൈസിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? കളക്ടേഴ്സ് സൂപ്പർ 100 എന്ന് പറയുന്ന പദ്ധതി. എന്താണ്? ആദിവാസി തീരദേശ മേഖലകളിലെ സ്കൂളുകളിലെ ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 100 പെൺകുട്ടികളുടെ ഉന്നമനവും ശാക്തീകരണവും ലക്ഷ്യമിട്ട് പ്രോജക്റ്റ് എറൈസിന്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് കളക്ടേഴ്സ് സൂപ്പർ 100 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കളക്ടേഴ്സ് സൂപ്പർ 100 എന്ന പദ്ധതിയുമായിട്ട് ഈ പ്രോജക്റ്റ് എറൈസ് എന്ന് പറയുന്ന പദ്ധതിയും കൂടെ കണക്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് ആവാസ തീരം എന്ന് പറയുന്ന സ്കീം നോക്കാം. ആവാസ തീരം കായൽ തീര സംരക്ഷണത്തിനായി കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് ആവാസ തീരം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. കായൽ തീര സംരക്ഷണത്തിനായി കണ്ടൽ കാടുകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് ആവാസ തീരം എന്ന് പറയുന്ന പദ്ധതി. ആവാസ തീരം പദ്ധതിക്ക് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംരംഭക സാധ്യതയുള്ള ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് കണ്ടെത്തുകയും പ്രസ്തുത ഉൽപ്പന്നങ്ങളുടെ മൂല്യവർധനയെ പ്രോത്സാഹിപ്പിക്കുകയും അവയെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കുന്നതിനും വേണ്ടി ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ് ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം എന്ന് പറയുന്ന പദ്ധതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള, അതായത് ഒരു പ്രദേശത്ത് ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ അതിൻ്റെ സംരംഭക സാധ്യത മനസ്സിലാക്കുക, അല്ലെങ്കിൽ സംരംഭക സാധ്യതയുള്ള മൂല്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, തദ്ദേശീയമായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെ ആഗോള വിപണിയുമായിട്ട് ബന്ധിപ്പിക്കാനായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കുക. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഒരു തദ്ദേശ സ്ഥാപനം ഒരു ഉൽപ്പന്നം. അടുത്തത് കെ സ്മാർട്ട് എന്ന് പറയുന്ന പദ്ധതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ്, മൊബൈൽ ആപ്പാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അടുത്തത് കനവ് എന്ന് പറയുന്ന പദ്ധതി നോക്കാം. കനവ് എന്ന പദ്ധതി മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനായുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ്. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ മറ്റൊരു പദ്ധതിയാണ് കനവ് എന്ന പദ്ധതി. എന്താണ് ഉദ്ദേശിക്കുന്നത്? മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതിനായുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനവ് എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അടുത്തത് കെടാവിളക്ക് എന്ന് പറയുന്ന പദ്ധതി. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് കേട്ടോ. അപ്പോൾ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെയുള്ള OBC വിദ്യാർത്ഥികൾക്കാണ് കേട്ടോ. ഇത് OBC ആണ്. OBC വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് കെടാവിളക്ക് കേട്ടോ. ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിക്കുന്ന 1-ാം ക്ലാസ് മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതിയാണ് കെടാവിളക്ക് എന്ന പദ്ധതി കേട്ടോ. അപ്പോൾ കെടാവിളക്ക് എന്ന പദ്ധതി പഠിക്കുമ്പോൾ OBC വിദ്യാർത്ഥികൾ, OBC കാറ്റഗറിയിൽ വരുന്ന വിദ്യാർത്ഥികൾ, OBC എന്ന കീവേഡ് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ലീഗൽ സെല്ല് എന്ന് പറയുന്ന സംവിധാനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ലീഗൽ സെല്ല് സ്റ്റേറ്റ് നിർഭയ സെല്ലിൽ ഉള്ള ഒരു സംവിധാനമാണ് ലീഗൽ സെൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം.
പോക്സോ അതിജീവിതർക്ക് നീതി ഉറപ്പാക്കാനും സംരക്ഷണം നൽകുവാനുമായുള്ള സ്റ്റേറ്റ് നിർഭയ സെല്ലിൽ നിയമ നടപടികൾ ഏകോപിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ലീഗൽ സെല്ല് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് നിർഭയ സെല്ലിൽ നിയമ നടപടികൾ ഏകോപിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ലീഗൽ സെല്ല്. ഓക്കെ, അത് പോക്സോ അതിജീവിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സെല്ലാണ്. ഓക്കെ, അടുത്തത് അവളിടം ക്ലബ്ബുകൾ. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള യുവജന ക്ഷേമ ബോർഡിന്റെ പ്രത്യേക ഉദ്യമമാണ് അവളിടം ക്ലബ്ബുകൾ കേട്ടോ. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുള്ള യുവജന ക്ഷേമ ബോർഡിന്റെ പ്രത്യേക ഉദ്യമമാണ്, പ്രത്യേക പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് അവളിടം ക്ലബ്ബുകൾ. അവബോധവും ആത്മവിശ്വാസവും വളർത്തി സ്ത്രീ ശാക്തീകരണത്തിന് അടിത്തറ പാകാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലബ്ബുകളുടെ രൂപീകരണം കേട്ടോ. അപ്പോൾ ഈ ക്ലബ്ബുകളൊക്കെ അതിനുവേണ്ടി രൂപീകരിക്കുന്നതാണ്. അടുത്തത് തൊഴിലരംഗത്തേക്ക് എന്ന് പറയുന്ന പദ്ധതി എന്തിനാണെന്ന് നോക്കാം. സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കേരള നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് തൊഴിലരംഗത്തേക്ക്. ഓക്കെ, അപ്പോൾ തൊഴിലരംഗത്തേക്ക് എന്ന വാക്കിൽ തന്നെ ഉണ്ടെന്നാണ് തൊഴിൽ മേഖലയിലേക്ക് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കേരള നോളജ് എക്കോണമി മിഷൻ, ഓർത്തു വെച്ചേക്കുക, കേരള നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് തൊഴിലരംഗത്തേക്ക്. അടുത്തത് വി മിഷൻ കേരള. വനിതാ സംരംഭകർക്കായുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ KSIDC, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ വായ്പാ പദ്ധതി ആണ് വി മിഷൻ കേരള എന്ന് പറയുന്നത് കേട്ടോ. വനിതാ സംരംഭകർക്കായി നൽകുന്ന വി മിഷൻ കേരള വായ്പ 50 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. നേരത്തെ ഇത് 25 ലക്ഷമായിരുന്നു. ഓക്കെ, അപ്പോൾ വനിതാ സംരംഭകർക്ക് വായ്പ നൽകുന്ന പദ്ധതിയാണ് വി മിഷൻ കേരള. അത് നടപ്പിലാക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ്. നേരത്തെ 25 ലക്ഷം രൂപയാണ് വായ്പയായി നൽകിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ 50 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. വി മിഷൻ കേരള. അടുത്തത് ശരണ്യ എന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കവും വേർതിരിക്കപ്പെട്ടതുമായ സ്ത്രീകളെ ഉയർത്തുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. ഓക്കെ, അപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വേർതിരിക്കപ്പെട്ടതുമായ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ എന്ന പദ്ധതി. അടുത്തത് തിരികെ സ്കൂളിൽ എന്ന് പറയുന്ന പദ്ധതി. അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിൽ തിരികെ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തരാക്കുന്ന കുടുംബശ്രീ ക്യാമ്പയിനാണ് കേട്ടോ. കുടുംബശ്രീ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ. അയൽക്കൂട്ട അംഗങ്ങളെ സ്കൂളുകളിൽ തിരികെ എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകി സ്വയം പര്യാപ്തരാക്കാനായിട്ട് ആരംഭിച്ച കുടുംബശ്രീ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ കേട്ടോ. കുടുംബശ്രീയുടെ ക്യാമ്പയിനാണ് തിരികെ സ്കൂളിൽ, കുടുംബശ്രീയുടെയാണ്. അടുത്തത് ഉജ്ജീവനം എന്ന് പറയുന്ന പദ്ധതി എന്താണെന്ന് നോക്കാം. അതിദരിദ്രരായ കുടുംബങ്ങളെ സ്വയം പര്യാപ്തരാക്കാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ഉജ്ജീവനം എന്ന് പറഞ്ഞാൽ അതിദരിദ്രരായ കുടുംബങ്ങളെ സ്വയം പര്യാപ്തമാക്കാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ പദ്ധതിയാണ് ഉജ്ജീവനം. അപ്പോൾ ഇതും കുടുംബശ്രീയുടെ മറ്റൊരു പദ്ധതിയാണ് കേട്ടോ. ഉജ്ജീവനം എന്ന് പറയുന്ന പദ്ധതി കുടുംബശ്രീയുടെ മറ്റൊരു പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലെ 127 ക്ഷേമ പദ്ധതികളാണ് പഠിച്ചത്. കേരളത്തിലെ 127 ക്ഷേമ പദ്ധതികൾ പഠിച്ചു. അപ്പോൾ ഇതൊരു ലെങ്തി ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു. സാധാരണ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അതിന് കാരണം വേണമെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട പദ്ധതികൾ മാത്രം സെലക്ട് ചെയ്ത് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. പക്ഷേ അത് പോരാ, കാരണം ഇതൊരു വലിയൊരു മേഖലയാണ്. ഇതിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങൾ വരുന്നുണ്ട്, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ LDC തിരുവനന്തപുരം ചോദ്യപേപ്പറിൽ തന്നെ 5 ചോദ്യങ്ങളുണ്ടായിരുന്നു ഈ മേഖലയിൽ നിന്ന് മാത്രം. ഇനി LGS പരീക്ഷയൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു മേഖലയാണ് പദ്ധതികൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് 1-2 പദ്ധതികൾ മാത്രം അല്ലെങ്കിൽ കുറച്ച് പദ്ധതികൾ മാത്രം നോക്കി വെച്ചിട്ട് കാര്യമില്ല. മാക്സിമം പദ്ധതികൾ നിങ്ങൾ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ കേട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പദ്ധതികൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം നിങ്ങളൊന്ന് കേട്ടു പോവുക. പ്രധാനമെന്ന് തോന്നുന്നതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അതുകൂടാതെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ തന്നെ പദ്ധതികളോടൊപ്പം തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട കീവേഡുകൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. കാരണം ആ കീവേഡുകൾ ഓർത്തിരിക്കാനായിട്ട്
ശ്രമിക്കുക. ഇനി മുഴുവനും നോട്ട് ചെയ്ത് എഴുതി വെച്ചില്ലെങ്കിൽ പോലും 1-2 തവണ ഈ വീഡിയോ കാണാനായിട്ട് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് നിങ്ങൾ നോക്കുക. നമുക്ക് യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് പ്ലേ ബാക്ക് സ്പീഡൊക്കെ കൂട്ടിയിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും സമയം എടുക്കത്തില്ല. ഒരു 2 times ഒക്കെ പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വാക്കുകളെല്ലാം തന്നെ, ഈ പദ്ധതികളുടെ പേരെല്ലാം തന്നെ നമ്മുടെ മനസ്സിലിങ്ങനെ 1-2 തവണ കേട്ട് നമുക്ക് അത് നമ്മുടെ മനസ്സിലിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും, എന്താണെന്നുള്ളൊരു ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾ ഈ പദ്ധതികൾ എന്തായാലും മിസ് ചെയ്യരുത്, നന്നായിട്ട് തന്നെ പഠിക്കുക. നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടെലിഗ്രാമിൽ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്, അതും വായിച്ച് പഠിക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.